എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന മലയാളം വെബിനാറിന്റെ 1973 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ചർച്ചയാണ്. നമുക്കറിയാം, കേരളത്തിൽ അങ്ങോളം ചില ജില്ലകളിൽ എൻകഫലൈറ്റിസ് ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പല സ്കൂളുകളിലും ഇതിന്റെ പ്രതിരോധത്തിനായി വാക്സിനുകൾ ഉപയോഗിക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. അപ്പൊ ഈ വിഷയങ്ങളെക്കുറിച്ച് ഈ എൻകഫലൈറ്റിസിന്റെ പ്രതിരോധത്തിലും ചികിത്സയിലും ഹോമിയോപ്പതിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് നമുക്കിന്ന് സൂം പ്ലാറ്റ്ഫോമിൽ മലയാളം സെഷനിൽ നടക്കുന്നത്. ഇന്നത്തെ മോഡറേറ്റർ നമ്മുടെ IFPHന്റെ ആദരണീയനായ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷാജി കുടിയേട്ടാണ്. അതുപോലെ തന്നെ ഡോക്ടർ അമ്പാടിയമ്മ, ജെയിംസ് പോൾ ഡോക്ടർ, അതുപോലെ തന്നെ ജെയിംസ് പോൾ ഡോക്ടർ, യഹിയ ഡോക്ടർ, മുഹമ്മദ് അൻസാർ ഡോക്ടർ എന്നിവരെല്ലാം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്നത്തെ മോഡറേറ്റർ ഡോക്ടർ ഷാജി കുടിയേട്ടാണ്. അദ്ദേഹത്തിനെ വളരെ ആദരപൂർവ്വം ഇന്നത്തെ മോഡറേഷന് വേണ്ടി മലയാളം സെഷൻ ഈ എൻകഫലൈറ്റിസ് വിഷയത്തെ മോഡറേറ്റ് ചെയ്യുന്നതിന് ക്ഷണിക്കുന്നു. ഡോക്ടർക്ക് തുടരാം. നമസ്കാരം. IFPHന്റെ 1972 സെഷനിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും ഈ എൻകഫലൈറ്റിസ്, ജപ്പാനീസ് എൻകഫലൈറ്റിസ് എന്ന നമ്മുടെ നാട്ടിൽ ഇന്ന് അധികമായിട്ട് കണ്ടുവരുന്നില്ലെങ്കിലും അതിനെതിരെ നമ്മുടെ ഗവൺമെൻറ് രോഗപ്രതിരോധ വാക്സിനുകൾ കുട്ടികളിലൊക്കെ കൊടുത്ത് ഭീതിപ്പെടുത്തുന്ന ഒരവസ്ഥയിൽ ഹോമിയോപ്പതിക്ക് അതുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. ഒരു മിനിറ്റ് പ്രാർത്ഥനയോടെ നമുക്ക് തുടങ്ങാം. നമ്മുടെ ചർച്ച ഫലപ്രദമാകുന്നതിനും അത് വരും തലമുറയ്ക്ക് ഹോമിയോപ്പതിയുടെ പ്രസക്തി പ്രതിരോധ മാർഗങ്ങളിൽ ഏറ്റവും ഫലപ്രദമായി നടപ്പാക്കുന്നതിന് ഹോമിയോപ്പതി സമൂഹത്തെയും അതുമായി ബന്ധപ്പെട്ട ഗവൺമെന്റിനെല്ലാം പ്രാപ്തരാക്കുന്നതിന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നന്ദി. അപ്പൊ ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ ഹോമിയോപ്പതി രംഗത്തെ ഒരു ചർച്ച നമ്മൾ ഓൾറെഡി നടത്തി. അതിൽ പ്രഗത്ഭരായ ഡോക്ടേഴ്സിനെ നമ്മൾ പങ്കെടുപ്പിച്ചു. അപ്പോൾ ഇന്ന് കേരളത്തിൽ നിന്ന് തുടങ്ങിയ IFPH എന്നുള്ള പ്രസ്ഥാനം ഹോമിയോപ്പതിയുടെ ഏറ്റവും ക്രീമി ആയിട്ടുള്ള, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, പാഷനേറ്റ് ആയിട്ടുള്ള ഡോക്ടർമാരെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ നമ്മുടെ പരിപാടികൾ നടത്തിക്കൊണ്ടു പോകുന്നത്. ദൈവാനുഗ്രഹത്താൽ കേരളത്തിൽ ഇന്ന് ലോകത്തുള്ള പാഷനേറ്റ് ആയിട്ടുള്ള ഹോമിയോപ്പതി ഡോക്ടേഴ്സിനെല്ലാം ഏറ്റവും സമഗ്രമായിട്ട് ഹോമിയോപ്പതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എന്നും എപ്പോഴും പ്രവർത്തിക്കുന്ന IFPH എന്ന ഒരു സംഘടന നമ്മുടെ എല്ലാം ശ്രമഫലത്താൽ നിലവിൽ വരികയും അത് ഇന്ന് ലോകത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ഒരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്തിലെ ഹോമിയോപ്പതിയുടെ ഈറ്റിലമായ കേരളത്തിൽ നിന്ന് തന്നെ നമുക്ക് ഹോമിയോപ്പതിക്ക് ലോകത്തിൻ്റെ മാതൃക സമ്മാനിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ ഹോമിയോപ്പതി ഡോക്ടർമാരാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സ്. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ ഉത്തരവാദിത്തോടെ തന്നെ നമ്മൾ ഹോമിയോപ്പതിയെ ലോകത്ത് അവതരിപ്പിക്കേണ്ടതും ഹോമിയോപ്പതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ലോകത്തിന് മാതൃകയായിട്ട് നേതൃത്വ പാടവത്തോടെ നേതൃത്വം ഉൾക്കൊള്ളാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും മാതൃകയാകാനും നമുക്ക് സാധിക്കേണ്ടതാണ്. അപ്പം ഇന്നത്തെ ചർച്ചകളിൽ പ്രധാനമായി പങ്കെടുക്കുന്നത് ഡോക്ടർ പ്രവീൺ ധർമ്മരത്നം, ഡോക്ടർ പ്രീത ഉണ്ണി, ഡോക്ടർ മുഹമ്മദ് അൻസാർ, ഡോക്ടർ ജെയിംസ് പോൾ സാർ, ഡോക്ടർ രമാദേവി അമ്പാടി മാഡം എന്നിവരാണ് പ്രധാനമായിട്ടും പങ്കെടുക്കുന്നത്. കൂടാതെ ഈ ഇന്നത്തെ ശ്രവിക്കാൻ എത്തിയിരിക്കുന്ന ആർക്കും നമ്മുടെ ചർച്ചകളിൽ പങ്കെടുക്കാം. അപ്പോൾ ഒരാൾക്ക് 5 മുതൽ 7 മിനിറ്റ് വരെയാണ് നമ്മൾ സംസാരിക്കാൻ അവസരം നൽകുക. അതിനുശേഷം പിന്നെ മറ്റുള്ള എല്ലാവർക്കും കൈ ഉയർത്തി അവരുടേതായ അഭിപ്രായങ്ങൾ പറയാവുന്നതാണ്. അപ്പോൾ ജപ്പാനീസ് എൻകഫലൈറ്റിസ് നമ്മുടെ നാട്ടിൽ അത്ര അങ്ങ് പ്രചരിച്ചിട്ടില്ലാത്ത ഒരു രോഗമാണ്, അല്ലെങ്കിൽ കാണാത്ത രോഗമാണ്.
എന്നാലും ഈ കോവിഡിന് ശേഷമുള്ള പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിലൂടെ വിദ്യാർത്ഥികൾക്ക് നിരന്തരമായിട്ട് ഒരു ചികിത്സാശാസ്ത്രത്തിന്റെ മരുന്നുകൾ മാത്രം പല കാരണങ്ങൾ പറഞ്ഞ് വിതരണം ചെയ്യാണ്. അത് നമുക്കെല്ലാം കരുതലോടെ ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം കോവിഡ് കാലത്ത് നമ്മൾ കണ്ടു ഒരിക്കൽ പോലും പ്രൂവ് ചെയ്യാത്ത ആ, ആ, നമ്മളെല്ലാം ഇന്ന് കൃത്യമായിട്ട് ഒരു പാൻഡമിക് ആണെന്നുള്ള രീതിയിൽ മനസ്സിലാക്കി ലോകാരോഗ്യ സംഘടന തുടങ്ങിയുള്ള ലോകത്തിന്റെ പ്രമുഖരായ മനുഷ്യരാശിക്ക് വേണ്ടി നിലകൊള്ളുന്നു ഒക്കെ നമ്മൾ വിശ്വസിച്ചിരുന്ന സംഘടനകളെല്ലാം ഉൾപ്പെടെ മനുഷ്യരാശിയെ കാലുവാരിയ അല്ലെങ്കിൽ മനുഷ്യരാശിയെ ചതിച്ച ഒരവസ്ഥ നമ്മൾ കണ്ടു. പ്രൂവ് ചെയ്യാത്ത mRNA വാക്സിൻ ഒരിക്കൽ പോലും ഇതിക്ക് മുമ്പ് ഉപയോഗിച്ചിട്ടില്ലാത്ത, പ്രതിരോധത്തിന് ഉപയോഗിച്ചിട്ടില്ലാത്ത വാക്സിനുകൾ മനുഷ്യരാശിയുടെ മേൽ അടിച്ചേൽപ്പിച്ചത് വഴി ഇന്ന് അതിൻ്റെ തിക്താനുഭവങ്ങൾ നമ്മുടെ സഹോദരങ്ങളെ ലോകത്തെമ്പാടും അനുഭവിക്കുന്നതും മരണപ്പെടുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പല പേരുകളിൽ നമ്മുടെയും നമ്മുടെ സഹോദരങ്ങൾക്കും നമ്മുടെ മക്കൾക്കും എല്ലാം സ്കൂളുകളിലൂടെ കൊണ്ടുവന്ന ഓരോ പേര് പറഞ്ഞ് മരുന്നുകൾ കൊടുക്കുമ്പോൾ നമ്മൾ ജാഗരൂകരായിരിക്കുകയും നമ്മുടെ സഹോദരങ്ങളെ ആ നമ്മൾ കരുതലോടെ ഇതിനെയൊക്കെ കാണുകയും ചെയ്യേണ്ട അവസ്ഥ ബോധ്യപ്പെടുത്തുകയും ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം നമുക്കും ഇപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ വളർത്തു വരുന്നു, ഏം, അവരുടെ ഒക്കെ കല്യാണം കഴിച്ച് അവർക്ക് ഭാര്യമാരും ഭർത്താക്കന്മാരും ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുത്തില്ലെങ്കിലും നമ്മുടെ മക്കളുടെ ഭാവി വരന്മാരും വധുമകളൊക്കെ ഒക്കെ ആയിട്ട് വരാൻ സാധ്യതയുള്ളവർക്ക് ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ എന്തൊക്കെ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ മനുഷ്യ ജീനുകളിൽ DNA-യിലൊക്കെ അഫക്റ്റ് ചെയ്യുന്നതുണ്ട്, സാധ്യതയുണ്ടെന്നൊക്കെ നമ്മൾ കരുതലോടെ ഇരിക്കുകയാണ്. കാരണം ഇന്ന് ലോകത്തൊരു ന്യൂ വേൾഡ് ഓർഡർ സ്ഥാപിച്ചെടുക്കാനായിട്ട് ലോകത്തിൻ്റെ ശ്രദ്ധയിൽ പെടാതെ ക്യാമറയ്ക്ക് പിന്നിലും അതുപോലെ കർട്ടന് പിന്നിലും നിന്ന് പ്രവർത്തിക്കുന്ന ശക്തികളാണ് ലോകത്തെ നയിക്കുന്നത്. അപ്പൊ അവരുടെ കിരാതമായ ചതി ചതിയിലൂടെ കാര്യങ്ങൾ നടത്തുന്ന ലോകക്രമത്തില് നമ്മൾ ഇതെല്ലാം മുൻകൂട്ടി കാണാനും കരുതലോടെ ഇരിക്കാനും സാധിച്ചില്ലെങ്കിൽ നമ്മളെല്ലാം അവരുടെ ചതിക്കുടിയിൽ പെട്ടുപോഴും. അപ്പോൾ അവർ വാക്സിനിലൂടെ അത് മനുഷ്യരിൽ മാത്രമല്ല മൃഗങ്ങളിലും അതുപോലെ തന്നെ സസ്യങ്ങളിലും ഒക്കെ കൊടുക്കുന്ന മരുന്നുകളിലൂടെ അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ സ്പ്രേ ചെയ്യുന്ന പല കെമിക്കലുകളിലൂടെ നമ്മുടെ ഫെർട്ടിലൈസറായിട്ട് തരുന്ന പല വസ്തുക്കളിലൂടെ നമുക്ക് പ്രത്യേക സിന്തറ്റിക് ആയിട്ടുള്ള ഫുഡ് നമുക്ക് തന്ന അതിലൂടെ ഇത് പല രീതിയിലാണ്. അതുപോലെ നമ്മുടെ മനസ്സിനെ കറപ്റ്റ് ചെയ്ത് അൺനാച്ചുറൽ ആയിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഫിലോസഫി നമ്മളിൽ അടിച്ചേൽപ്പിച്ച് നമ്മുടെ മനസ്സിനെ നമ്മുടെ ചിന്തകളെ കറപ്റ്റ് ചെയ്ത് ഇതെല്ലാം നമ്മുടെ DNA മോഡിഫൈ ചെയ്യുന്നതിന് സഹായിക്കുന്ന അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്നതിന് സാധിക്കുന്ന ശ്രമങ്ങളാണ്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം. അതൊക്കെ ഉദ്ഘോഷിക്കാനും ബോധ്യപ്പെടാനും ബോധ്യപ്പെടുത്താനും വേണ്ടിയൊക്കെ നമ്മൾ മുൻകൈ എടുക്കേണ്ടതാണ്. അപ്പൊ ഇത്രയാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ള. അപ്പൊ ഈ എന്തുകൊണ്ട് ഈ ചർച്ച സംഘടിപ്പിക്കുന്നു, ഇതിൽ നമ്മൾ ആക്റ്റീവായിട്ട് പങ്കെടുക്കുകയും ഇതെല്ലാം മനസ്സിലാക്കുകയും നമ്മുടെ ഡോക്ടേഴ്സിനെയും സമൂഹത്തെയും ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ട ഭാരിച്ച ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ BCT എന്ന ഒരു പ്രോട്ടോക്കോള് ആന്ധ്രാപ്രദേശിൽ 1999 മുമ്പ് ഏതാനും വർഷങ്ങൾ ഈ കുട്ടികളിൽ ജപ്പാനീസ് എൻകഫലൈറ്റീസ് വന്നപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് 1999 കൊടുക്കുകയും ചുരുങ്ങിയ 3 വർഷത്തിനുള്ളിൽ പല വർഷങ്ങളിൽ അനേകർ മരിച്ചു വീണപ്പോഴാണ് ഹോമിയോപ്പതി, അന്ന് വാക്സിൻ ഒന്നും നിലവില്ലാതിരുന്ന സമയത്താണ് ജപ്പാനീസ് എൻകഫലൈറ്റീസിന്. അപ്പോൾ കുറേ വർഷങ്ങളിൽ ഇത് സംഭവിച്ചപ്പോൾ ആന്ധ്ര ഗവൺമെൻറ് അവിടുത്തെ ഒരു ഹോമിയോപ്പതി ഡോക്ടറുടെ ശ്രമപരമായിട്ട് ഇത് ബോധ്യപ്പെടുകയും അങ്ങനെ ബെലഡോണ 200 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ടും അതിനുശേഷം കൽക്കേരിയ കാർബ് 200 10 ദിവസത്തിന് ശേഷവും അതിനുശേഷം 25 ദിവസം കഴിഞ്ഞപ്പോൾ ട്യൂബർക്കുലിൻ 10 1 ഡോസ്, ഇങ്ങനെ 3 വർഷങ്ങളിൽ കൺസിക്യൂട്ടീവായിട്ട് കൊടുത്ത് BCT എന്നുള്ളൊരു പ്രോട്ടോക്കോള് അവിടെ വളരെ എഫക്റ്റീവായിട്ട് 3-ാമത്തെ വർഷം തന്നെ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് അതിനുശേഷം ഇതുവരെ ആ പ്രദേശത്ത്
ആം, ആ, ഈ ജപ്പാനീസ് എൻകഫലൈറ്റിസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പ്രയോഗമായിരുന്നു. ഇപ്പോൾ ഈ ജപ്പാനീസ് എൻകഫലൈറ്റീസിനെതിരെ വാക്സിൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹോമിയോപ്പതി പോലെ കിട്ടുന്ന ഒരു പ്രയോജനം അതുകൊണ്ടൊന്നും കിട്ടുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. പിന്നെ മാത്രമല്ല, ഈ വൈറസ് മ്യൂട്ടേറ്റ് ചെയ്താൽ അവിടെയും ഈ വാക്സിൻ ഡെവലപ്പ് ചെയ്ത് ഒരു സ്പെസിഫിക് വൈറസിന് വേണ്ടി മാത്രമാണ്. നമ്മുടെ പ്രതിരോധത്തിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ എനിമിക്കലായിട്ട് വരുന്ന എന്തിനും നമുക്ക് നമ്മുടെ വൈറ്റൽ ഫോഴ്സിനെ ഒപ്റ്റിമൈസ് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്യിപ്പിച്ച് പ്രതിരോധിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ശരിയായിരിക്കെ നമ്മുടെ പ്രസക്തിയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്ത് സ്വയം ബോധ്യപ്പെടാനും പെടുത്താനും നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മുടെ ലിസ്റ്റിൽ ആദ്യം തന്നെ ഉള്ള ഡോക്ടർ പ്രവീൺ ധർമ്മരത്നമാണ്. അദ്ദേഹം ഹോമിയോപ്പതി രംഗത്ത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ്. ഏറ്റവും ആത്മാർത്ഥതയോടെ, ഏറ്റവും പാഷനേറ്റ് ആയിട്ട് ഹോമിയോപ്പതിക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട്, സമർപ്പിതനായിട്ട്, ഭാര്യയും ഭർത്താവും ഡോക്ടർമാരാണ്. അവർ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഹോമിയോപ്പതിക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. ഡോക്ടർ പ്രവീൺ ധർമ്മരത്നത്തെ ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് എല്ലാവരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ക്ഷണിക്കുന്നു. ഡോക്ടർ പ്രവീൺ. നമസ്കാരം. നമസ്കാരം. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. ഇത്തരത്തിലുള്ള ഒരു ചർച്ചയിൽ പങ്കെടുക്കാനായിട്ടുള്ള അവസരം തരുന്ന FPHനോട് ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ നമ്മൾ വല്ലാത്തൊരു വിഷമവൃത്തത്തിലാണ് പെട്ടുകിടക്കുന്നത്. കാരണം രോഗാണു, രോഗം, രോഗി, മരുന്ന്, ഈ ഒരു വിഷമവൃത്തത്തിൽ പെട്ടുകിടന്ന നമ്മൾ ഈ അടുത്തിടയ്ക്ക് അതിൽ നിന്ന് കുതിർന്ന് മാറാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം കൊടുത്തിരിക്കുന്ന പലതും തന്നെ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് തിരിച്ചറിയുന്ന, അതായത് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള രോഗാണുക്കൾ വരുന്നുണ്ട് എന്നുള്ള അവസ്ഥയിലേക്ക്, ഒരു കുമ്പസാരം പറയുന്നൊരവസ്ഥയിലേക്ക് കേരളം സാക്ഷ്യം വന്നുപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം മൈക്രോ ഓർഗനിസത്തിനെ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, അത് ഉണ്ടാകുന്ന പരിസരത്തെയും ശ്രദ്ധിക്കണം. ഒപ്പം ഹോസ്റ്റിനെ ശ്രദ്ധിക്കണം. അതായത് ഈ പരിസരവും എന്ന് പറയുന്നത് പുറത്തുള്ള പരിസരമാണെങ്കിൽ അകത്ത് ഒരു പരിസരം, ഒരു വിരുന്നുകാരൻ്റെ റോള്, വിരുന്ന് വരുന്ന ഒരാളെ സ്വീകരിക്കുന്ന റോള് ഉള്ളത് മനുഷ്യർക്കാണ്, അല്ലെങ്കിൽ മറ്റ് ജീവികൾക്കാണ്. ഇവരുടെ ആരോഗ്യസ്ഥിതിയും കൂടി ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ ചില കാഴ്ചപ്പാടുകളും ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഈ കാഴ്ചപ്പാടുകളിൽ ഏറ്റവും കൂടുതൽ പ്രധാന പങ്കുവഹിക്കേണ്ട വൈദ്യശാസ്ത്രങ്ങളെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഏകപക്ഷീയമായിട്ട് ഏകാരോഗ്യം എന്നുള്ള നല്ല സുന്ദരമായൊരു സ്വപ്നത്തെ താറടിക്കുന്ന രീതിയിലേക്കാണ് കേരളത്തിന്റെ പോക്ക് ഇപ്പോൾ പോകുന്നതെന്നുള്ളതാണ് സങ്കടകരമായ കാഴ്ച. ഈ അടുത്തിടയ്ക്ക് ലോകാരോഗ്യ സംഘടന എന്ന മഹത്തായ സംഘടനയെക്കുറിച്ച് ഒരു ജനകീയ ആരോഗ്യ പ്രവർത്തനത്തിൻ്റെ ഒരു തുറന്നു പറച്ചിലുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ സംഭാവന കൊടുക്കുന്നത് അമേരിക്കയാണ്. അവർ പുറകോട്ട് പോകാൻ പോവാണ്. അപ്പോൾ ഏകദേശം ലോകാരോഗ്യ സംഘടനയുടെ മൊത്തം ബഡ്ജറ്റിൻ്റെ 15% തൊട്ട് 22% കൊടുക്കുന്നത് അമേരിക്കയാണ്. പ്രതിവർഷം $400 മില്യൺ അവർ അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ദരിദ്ര രാജ്യങ്ങളിലെ പല രോഗങ്ങളും നിയന്ത്രിക്കപ്പെട്ടെന്നുള്ള ഒരു കാഴ്ചപ്പാട് ചർച്ചയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പൊള്ളത്തരം നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിൻ്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് നമ്മൾ ധാരാളം കാര്യങ്ങൾ പറയുമ്പോഴും കേരളത്തിലെ ആരോഗ്യ പരീക്ഷണങ്ങൾ പലതും പരാജയമാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി തലച്ചോറിനെ ബാധിക്കുന്ന രീതിയിൽ ഒരു പകർച്ചവ്യാധി ഇവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഗൗരവമായ ഒരു വിഷയം തന്നെയാണ്. കാരണം ശരീരത്തിൻ്റെ പല കാര്യങ്ങളും ടോളറേറ്റ് ചെയ്യാനുള്ള, താങ്ങാനുള്ള ശേഷിയുണ്ട്. അതായത് പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാനുള്ള ശേഷി ഉള്ളവരാണ് എല്ലാ ചരാചരങ്ങളും. സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ നിലനിർത്താനും അത് സംരക്ഷിക്കാനും കഴിയും. അത് സംരക്ഷിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഓരോ പ്രധാനം ഉള്ളൊരു ഓർഗനിലേക്ക് അസുഖങ്ങൾ വ്യാപിക്കുന്നത്. അങ്ങനെയെങ്കിൽ
ഇത്രയും നാൾ ചെയ്തിട്ടുള്ള പല പല കാര്യങ്ങളും തിരിച്ചടിക്കുന്നു എന്നുള്ളതിന് വീണ്ടും ഒരു തെളിവാകുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഇതെല്ലാം ഡാറ്റകൾ ഇല്ലാത്ത രീതിയിലുള്ള കിംവദന്തികളല്ല എന്നുള്ള രീതിയിലാണ് പ്രസന്റ് ചെയ്യണത്. പക്ഷേ സത്യത്തിൽ അത് തന്നെയാണ്. കാരണം നമ്മളുടെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ലോകം മുഴുവൻ ഉണ്ടാകുന്ന പാൻഡമിക്കുകൾ, വളരെ ക്ലസ്റ്ററായിട്ട് കൂടുതൽ ആൾക്കാർക്ക് ഉണ്ടാകുന്ന പകർച്ചവ്യാധികൾ, വളരെ വളരെ വിരളമായി ഉണ്ടാകുന്ന പകർച്ചവ്യാധികൾ, ഇങ്ങനെ മൂന്നായിട്ട് തിരിക്കാം. ഇതിൽ ഇപ്പോൾ കേരളത്തിലുണ്ടായിട്ടുള്ള ഒരു വ്യാപകമായിട്ട് പടരുന്ന ഒരു പകർച്ചവ്യാധിയും ഒന്നും അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ആ യാഥാർത്ഥ്യത്തെ അങ്ങനെയല്ല എന്ന രീതിയിലാണ് ഇതിന് എതിരെ ഉള്ള വാക്സിൻ കമ്പനികൾ ഇറങ്ങുന്നത്. അവിടെയാണ് നേരത്തെ പറഞ്ഞ ലോകാരോഗ്യ സംഘടനയുടെ മുഖ്യ സംഭാവന കൊടുക്കുന്ന അമേരിക്ക പുറകോട്ട് പോകുമ്പോൾ ആരൊക്കെയാണ് പകരം വരുന്നതെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ചൈന വരുന്നുണ്ട്, ജർമ്മനി വരുന്നുണ്ട്. ഈ രാജ്യങ്ങൾ എടുത്തു പറയുമ്പോൾ തന്നെ മറ്റൊന്ന് ഏറ്റവും കൂടുതൽ പ്രധാനമുള്ളത് ഒരു പ്രത്യേക പേരാണ് നമുക്കെല്ലാം ഈ അടുത്തിടയ്ക്ക് പരിചയമുള്ള ബിൽ ആൻഡ് മെറ്റിൽഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ. ഇവര് നമ്മളെ രക്ഷിക്കാൻ, ലോകത്തെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സംഭാവന ചെയ്യാൻ തയ്യാറായി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വാക്സിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അത് താൽക്കാലികമായ ഒരു വിൽപ്പന ഒരുക്കുന്നു മാത്രമല്ല, മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള സ്വയം സംരക്ഷിക്കാനുള്ള കഴിവിനെ താറുമാറാക്കുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ അങ്ങോളം ഇങ്ങോളം തെളിയിക്കുന്നൊരു വസ്തുത. ഇതിനെക്കുറിച്ചുള്ള ധാരാളം പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ജനങ്ങൾ ഇതൊന്നും തിരിച്ചറിയാത്തൊരവസ്ഥയിലാണ്. കാരണം അത്തരത്തിലൊരു മായ സൃഷ്ടിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ സാഹചര്യത്തിലാണ് ഹോമിയോപ്പതി പ്രിവെൻറ്റീവ് എന്നുള്ള ആംഗിൾ കൊടുക്കുന്ന മാത്രമല്ല, വരാൻ പോകുന്ന അസുഖങ്ങളെ പോലും ചികിത്സിക്കാൻ പ്രാപ്തിയുള്ള വൈദ്യശാസ്ത്രമാണ് എന്ന് എല്ലാ സമൂഹം അല്ലെങ്കിൽ ലോകം ഭീഷണിയോടെ നോക്കുന്ന എല്ലാ സാഹചര്യങ്ങളും തെളിയിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഹോമിയോപ്പതി കടന്നു വന്നത് പോലും കോളറ കൊണ്ട്, നിസാര ഒരു കോളറ കൊണ്ട് ആൾക്കാർ കഷ്ടപ്പെടുകയും മരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കേരളത്തിൽ ഹോമിയോപ്പതി കടന്നു വന്നത്. അന്നും നമ്മുടെ മെഡിസിൻ സ്വീകരിച്ചവരുടെ ഡെത്ത് റേറ്റ് വളരെ കുറവായിരുന്നു. മാത്രമല്ല, എവിടെയെല്ലാം നമ്മളുടെ ഫിലോസഫി അനുസരിച്ച്, തത്വശാസ്ത്രം അനുസരിച്ച് ഇടപെട്ടിട്ടുണ്ടോ അവിടെ എല്ലാവരിലും ഉണ്ടായൊരു മാറ്റം, അവർക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ശക്തി, കാര്യങ്ങളെ പ്രതിരോധ അവസ്ഥയെ മെച്ചപ്പെടുത്തുന്ന ഒരു ശക്തിയാണ് ഉണ്ടായിട്ടുള്ളതാണ്. അത് കോളറ കാര്യത്തിൽ മാത്രമല്ല, ഈ വളരെ മുമ്പുണ്ടായിട്ടില്ല. കാരണം കേരളത്തിൽ കൊറോണയ്ക്ക് മുമ്പ് നമ്മളെ ഏറ്റവും കൂടുതൽ സാമ്പത്തികവും സാമൂഹികവുമായിട്ട് ബാധിച്ചിട്ടുള്ള അസുഖങ്ങളിൽ പോലും, അതായത് ചിക്കൻഗുനിയ സാഹചര്യങ്ങളിലും ഇതെല്ലായിടത്തും ഹോമിയോപ്പതിയെ ആൾക്കാർ ശ്രദ്ധിച്ചിരുന്നു, സർക്കാർ വേണ്ട പരിഗണന തന്നിരുന്നു. പക്ഷെ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പോലും തയ്യാറില്ലാത്ത ഒരു ജനകീയ സർക്കാർ ഇവിടെ നിലനിൽക്കുന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അപ്പോൾ മാറ്റമുണ്ടാകണമെങ്കിൽ നമ്മളുടെ കാഴ്ചപ്പാടുകൾ എന്താണ്? കാരണം കേവലം രോഗാണുക്കളെയോ രോഗങ്ങളെയോ അല്ല നമ്മൾ ചികിത്സിക്കുന്നത്. രോഗം ബാധിച്ച വ്യക്തിയുടെ ഒന്നിലേറെ ഘടകങ്ങളെ പരിഗണിക്കുന്നുണ്ട്. അയാൾ ഏത് സാഹചര്യത്തിൽ നിന്ന് വരുന്നു, അയാളുടെ തൊഴിൽ എന്താണ്, അയാളുടെ സ്വഭാവം എന്താണ്, അയാളുടെ ജനിതകമായ പ്രത്യേകത എന്താണ്. ഇത്തരത്തിൽ വളരെ വിശാലമായ കാഴ്ചപ്പാടോടെ സമഗ്ര വീക്ഷണത്തോടെ ഹോമിയോപ്പതി എവിടെയെല്ലാം ഇടപെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം രോഗികളെ നല്ല വ്യക്തികളായിട്ട് ഉയർത്താനായിട്ട്, ആരോഗ്യാവസ്ഥ മെച്ചപ്പെടുത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മാത്രവുമല്ല, കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ക്രൈസിസിൽ, സാമ്പത്തിക ക്രൈസിസ്, ഈ ഏറ്റവും ഫലപ്രദമായിട്ട് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ്. മനുഷ്യൻ്റെ അഹിംസാത്മകമായ ഗാന്ധി പ്രിൻസിപ്പിൾസ് ഉൾക്കൊള്ളുന്നൊരു വൈദ്യശാസ്ത്രമാണ്. പാരിസ്ഥിതിക കാഴ്ചപ്പാടും സൗഹൃദവുമുള്ളൊരു വൈദ്യമാണ്. ഇവിടെ നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്ന എല്ലാം തന്നെ പലപ്പോഴും ടോക്സിക് ആയിട്ടുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത, അല്ലെങ്കിൽ മ്യൂട്ടേഷൻ ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത ഇടപെടലാണ് നമ്മൾ നടത്തുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ
പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഇത് എല്ലാത്തിനും മരുന്നുണ്ട് എന്ന് പറയുന്ന വൈദ്യശാസ്ത്രത്തിൻ്റെ അതിര് കടന്ന ഉപയോഗം നമ്മളുടെ വരും തലമുറയെ പോലും അപകടത്തിലാക്കുന്നുണ്ട്. ഇതിനെ ഒരു ഉദാഹരണം പറയാവുന്നത്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിലെ ജോർജ് വിദോർക്കാസിൻ്റെ അക്കാഡമിയിൽ പോയപ്പോൾ അവിടെ പല രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള പ്രതിനിധികളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ രാജ്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ മൈ കൺട്രി ഈസ് എ ക്രേസി ലാൻഡ് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എന്താണ് ഇത്രയും ഭ്രാന്തമായൊരവസ്ഥ എന്ന് ചോദിച്ചപ്പോഴാണ്, ഞങ്ങളുടെ ജീവിതം തുടങ്ങുന്നത് തന്നെ നിങ്ങളുടെ പോലെയൊന്നുമല്ല. ഞങ്ങൾ കുറച്ച് നാൾ ഒന്നിച്ച് താമസിക്കുന്നു, അതിനിടയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്നു. ആ കുഞ്ഞുങ്ങളുടെ ജീവിതാവസാനം വരെ ഞങ്ങൾ ഒന്നിച്ചുണ്ടാവണമെന്നില്ല. നിങ്ങൾക്ക് ഉള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒന്നും ഇവിടെ ഇല്ല, ഇമോഷണൽ സെക്യൂരിറ്റി ഇല്ല. ഇവിടുത്തെ നാട്ടിൽ ധാരാളം സ്ട്രെസ്ഫുൾ, അതായത് ഇന്നുള്ള ജോലി ഉണ്ടാവണമെന്നില്ല, പങ്കാളി ഉണ്ടാവണമെന്നില്ല, നിങ്ങൾക്കതെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ അസുഖക്കാരായി മാറുന്നു, കൂടുതൽ കെമിക്കലുകൾ കഴിക്കേണ്ടുന്നു, കൂടുതൽ വാക്സിൻ എടുക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പല അവയവങ്ങളും കേടായി പോകുന്നു, ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നു, വീണ്ടും ഞങ്ങൾ ഇമ്മ്യൂണോസപ്രസൻ ഡ്രഗ് കഴിക്കുന്നു. ഇങ്ങനെ ഒരു കെമിക്കൽ പോയിസണിങ് വിധേയമാക്കുന്ന ഒരവസ്ഥയിൽ അല്ലെങ്കിൽ വിധേയമാവുന്ന അവസ്ഥയാണ്. അപ്പോഴാണ് ഞങ്ങൾ ആൾട്ടർനേറ്റീവിനെ കുറിച്ച് അന്വേഷിച്ചത്. അങ്ങനെയാണ് ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് അറിയുകയും അതിനു വേണ്ടി ജീവിക്കുന്ന രീതിയിലേക്ക്, അതായത് ഇവരെല്ലാവരും ബഹുഭൂരിപക്ഷം പേരും ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ എംബ്രിയോളജി, ജെനറ്റിക്സ്, ഇങ്ങനെ അലൈഡ് മെഡിക്കൽ സയൻസിൽ ഡോക്ടറേറ്റ് പോലുള്ള വ്യക്തികളാണ്. അപ്പോൾ ഇതാണ് ലോകത്ത് ഇപ്പോഴും ഒരു കാറ്റ് മാറി വീശിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആൾട്ടർനേറ്റീവിന് വേണ്ടി മറ്റ് ബദലുകൾ എന്താണ് എന്നുള്ള അന്വേഷണം വളരെ ശക്തമാണ്. പക്ഷെ കേരളത്തിൽ ബദലുകളെ എങ്ങനെ മാറ്റി നിർത്താം എന്നുള്ള ഒരു താല്പര്യം, വളരെ മോശമായൊരു താല്പര്യം ഉണ്ടാകുന്നുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, സ്വന്തം അജ്ഞതയാണ്, അതല്ലെങ്കിൽ എന്താ പറയുക, ഉറക്കം നടിക്കുകയാണ്. കാരണം മാർക്കറ്റും മറ്റു ചില പ്രശ്നങ്ങളും ഇതിൻ്റെ പുറകിലുണ്ടാവാം. അപ്പോൾ ഇൻസെക്യൂരിറ്റിയാണ് അവിടുത്തെ വലിയ പ്രശ്നം. ഇത് തന്നെയാണ് ഈ ഡോക്ടറെ ഒരു മിനിറ്റിനുള്ളൊന്ന് വൈൻഡ് അപ്പ് ചെയ്യും. നമ്മളുടെ ജപ്പാനീസ് എൻസെഫലൈറ്റിസിന്റെ പ്രധാന കാരണം ഈ ഇൻസെക്യൂരിറ്റി തന്നെയാണ്, ഭയമാണ്. ഇപ്പം ഡെങ്കുവും എൻസെഫലൈറ്റിസുമായിട്ട് ചെറിയ ബന്ധം കാണിക്കുന്നുണ്ട്. അപ്പം ഈ ആദ്യം ഡെങ്കു വരുന്നത് ഫ്രൈറ്റ്ഫുൾ ആണ് സിറ്റുവേഷനും, അത് ഹെമറേജിക് ഡെങ്കുവിലേക്ക് പോകുമ്പോൾ ഫ്രൈറ്റിനോടൊപ്പം തന്നെ വരുന്നത് ദേഷ്യമാണ്. ഇവിടെയും ഷോക്ക്, പാനിക്, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് ഇത് ബാധിക്കുക. പക്ഷെ ബ്രെയിൻ ബാരിയറിനെ കടന്നു പോകുന്ന രീതിയിലേക്ക് ഒരു മൈക്രോ ഓർഗാനിസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അത് നമ്മളുടെ കുഞ്ഞുങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിൽ, നമ്മളുടെ ആരോഗ്യ അവസ്ഥയെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് നമ്മൾ പുനർവിചിന്തനം നടത്തേണ്ട കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഹോമിയോപ്പതി പോലത്തെ ശാസ്ത്രങ്ങളെ ബദൽ വൈദ്യങ്ങളായിട്ടല്ല കാണേണ്ടത്, അത് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും എല്ലാ ചർച്ചകളിലും ഇത്തരത്തിലുള്ള സാധ്യതകൾ ഉൾക്കൊണ്ടിട്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ള ഒരു പുനർ ആലോചന നടക്കേണ്ട കാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. നേരത്തെ പറഞ്ഞ അനുഭവങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. ഇത് 1965 തുടങ്ങിയ അസുഖമാണ്. അത് 1996 തൊട്ട് കേരളത്തിൽ, ഇന്ത്യക്ക് പുറത്തും കേരളത്തിന് പുറത്തും, എടുത്തു പറഞ്ഞത് ആന്ധ്രാപ്രദേശിൽ, കേരളത്തിൽ ആലപ്പുഴയിൽ ഒക്കെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. നമ്മളുടെ അവിടെയെല്ലാം നമ്മൾക്ക് ജനങ്ങളെ കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ യാഥാർത്ഥ്യത്തെ ഡോക്ടർ മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു ഡോക്ടർ. അപ്പോൾ ഇനി ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്ന ഡോക്ടർ പ്രീത എം ഉണ്ണി ആണ്. ഡോക്ടർ പ്രീതയും ഹോമിയോപ്പതി രംഗത്ത് വളരെ ആക്റ്റീവായിട്ട്, എഫിഷ്യൻ്റായിട്ട്, പാഷനേറ്റായിട്ട് ചികിത്സിക്കുന്ന, ഹോമിയോപ്പതിയുടെ നമ്മുടെ IUPHൻ്റെ പ്ലാറ്റ്ഫോമിൽ നിരന്തരം വന്ന് ക്ലാസ്സുകൾ എടുക്കുന്ന ഡോക്ടറാണ്. ഹോമിയോപ്പതി രംഗത്തെ ഒരു വിദഗ്ധ തന്നെ ആണ്. ഡോക്ടർ പ്രീത ഉണ്ണിയെ ഞാൻ അടുത്ത പ്രഭാഷണത്തിനായിട്ട് ചർച്ചയിലോട്ട് ക്ഷണിക്കുന്നു. അൺമ്യൂട്ട് ചെയ്യൂ ഡോക്ടർ. ഓക്കെ, കേൾക്കാമോ ഡോക്ടറെ? കേൾക്കാമോ? യെസ്. താങ്ക് യു. ഇന്ന് IFPHന്റെ ഫ്ലോറിലുള്ള എല്ലാ മാന്യ വ്യക്തികൾക്കും നമസ്കാരം.
5 മുതൽ 7 മിനിറ്റ് വരെ സമയം തന്നുകൊണ്ട് വളരെ ചുരുക്കി കാര്യങ്ങൾ പറയുകയാണ്. അത് നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ജാപ്പനീസ് എൻസെഫലൈറ്റിസും ഹോമിയോപ്പതി പ്രതിരോധവും എന്നാണ് തന്നേക്കുന്നത്. അപ്പൊ ഈ ആദ്യം ജാപ്പനീസ് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത് നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഡെങ്കു ഫീവർ, അതായത് ഒരു മൊസ്കിറ്റോ ബോൺ ഡിസീസ് ആണ്. അപ്പം കോമൺ ആയിട്ട് നമ്മൾ ഒരു മൊസ്കിറ്റോ ബോൺ ഡിസീസ്, അതും ഇത്തവണത്തേത് ഒരു പാൻഡമിക്കോ എപ്പിഡമിക്കോ ഈവൻ എൻഡമിക്കോ ഒന്നുമല്ല, സ്പൊറാഡിക് ആയിട്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ച് കേസസ് കണ്ടപ്പോഴാണ് പെട്ടെന്ന് വാക്സിനേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ, അതായത് വാക്സിനേഷൻ എടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള നിർബന്ധപൂർവമായിട്ടുള്ള ഒരു പിടിവാശിയിലേക്ക് മെഡിക്കൽ സിസ്റ്റവും അതുപോലെ തന്നെ ഗവൺമെന്റും പോയത്. അങ്ങനൊന്ന് നിർബന്ധപൂർവ്വം എടുപ്പിച്ചത് കൊണ്ട് 2 or 3 കുട്ടികൾക്ക് വളരെ സിവിയറായിട്ട് ഉള്ള, സാധാരണ രീതിയിൽ ഒരു വാക്സിനേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു എല്ലാ വാക്സിനേഷനും ബാഡ് എഫക്റ്റും സൈഡ് എഫക്റ്റും ഉണ്ട്. വരുന്നത് ഒരു ഫീവർ വരും, അല്ലെങ്കിൽ ഇഞ്ചക്ട് ചെയ്ത ആ സ്പോട്ടിൽ പെയിൻ വരും, റെഡ്നെസ് വരും, 2-3 ദിവസം തടുപ്പുണ്ടായിരിക്കും, ഇതൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ഒരു ഡിസീസ് എന്ന് പറയുന്ന സീഷർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കൂടെ മാറി. കാരണം ജാപ്പനീസ് എൻസെഫലൈറ്റിസിന്റെ ഹൈ സിവിയർ സിംറ്റത്തിനകത്ത് ഹൈ ഫീവർ, സ്റ്റിഫ്നെസ് ഓഫ് നെക്ക്, കോമ ആൻഡ് സീഷർ ഉണ്ട്. അപ്പം മെഡിസിൻ കൊടുത്ത് പുതിയ രോഗികളെയും കൂടെ, അതായത് വാക്സിനേഷൻ കൊടുക്കുകയാണ്, ദാറ്റ് ഇസ് പ്രിവെൻഷൻ, അത് കൊടുത്തിട്ട് പുതിയ രോഗികളെ ഉണ്ടാക്കിയ കുറെ നാളത്തേനും കൂടെ ചികിത്സിക്കാം. അപ്പൊ അങ്ങനെയുള്ള വളരെ സൗകര്യപൂർവമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആദ്യം ഒന്ന് പറയുന്നത്, ഈ ഒരു ഡിസീസിന്റെ സിംറ്റം എന്ന് പറയുന്നത് ഒരു ഫീവറിന്റെ എല്ലാവിധമായിട്ട് സിംറ്റംസ്, അതായത് സ്നീസിങ്, റണ്ണിങ് നോസ്, ഇതെല്ലാം തന്നെ ഉണ്ട്. അതിന്റെ കൂട്ടത്തില് സിവിയറായിട്ട് വരുന്ന ഒരു അവസ്ഥയിലാണ് ഈ സീഷറും സ്റ്റിഫ്നെസ്സും ഒക്കെ തന്നെ ഉള്ളത്. നമുക്കതിന് വളരെ ഫലപ്രദമായിട്ട് ട്രീറ്റ് ചെയ്യാനുള്ള ട്രീറ്റ്മെന്റിൽ തന്നെ ക്യൂർ ചെയ്ത് കൊടുക്കാനുള്ള മെഡിസിൻസും ഉണ്ട്, പ്രിവെന്റീവും ഉണ്ട്. അതിലെ ഫസ്റ്റ് സ്റ്റേജ് ട്രീറ്റ് ചെയ്ത് നമ്മൾ പോകുന്നത് കൊണ്ട് ഹോമിയോപ്പതി പ്രതിരോധം രണ്ടാമത് ചോദിച്ചുകൊണ്ട് പറയുകയാണ്, ബെലഡോണ ഇസ് ദ ബെസ്റ്റ് മെഡിസിൻ. പ്രൊഫൈലാക്റ്റിക് ഡ്രഗില് ബെലഡോണ കൊടുക്കാൻ സാധിക്കും ക്യൂറായിട്ട്. ഫസ്റ്റ് സ്റ്റേജ് മുഴുവൻ കവർ ചെയ്ത് ബെലഡോണ പോകും. ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. ആ ടോട്ടലി ഉള്ള ഇൻഫ്ലമേഷൻ മാറി കഴിയുമ്പോൾ തന്നെ സെക്കൻഡ് സ്റ്റേജിലോട്ട് ആ ഡിസീസ് പോവുകയില്ല. അങ്ങനെ സെക്കൻഡ് സ്റ്റേജിൽ പോയാൽ തന്നെ നമുക്ക് കൊടുക്കാനുള്ള മെഡിസിൻസ് സ്ട്രമോണിയം ആണെങ്കിലും അത് ഓൾറെഡി ചേഞ്ച് ഇൻ മെന്റൽ സ്റ്റേജസ്, കൺഫ്യൂഷൻ, ഇൻസ്റ്റെബിലിറ്റി ഒക്കെ ടോക്കിങ്ങിലും ഒക്കെ ഉള്ളത് വരുമ്പോഴാണ് സ്ട്രമോണിയം. അതുപോലെ തന്നെ ഹെലബോറസ് അത് ലേറ്റർ സ്റ്റേജിലാണ്. സ്റ്റൂപ്പർ, ബ്രെയിൻ എഫ്യൂഷൻ, ഡെവലപ്പിംഗ് പാരാലിസിസ്, ഇങ്ങനൊക്കെ ഉണ്ടാകാം. വേറെ പല മരുന്നുണ്ട്, ബ്രയോണിയ, സൾഫർ, കുപ്രമെറ്റ്, ഓപ്പിയം, നക്സ്, ഇങ്ങനെയൊക്കെയുള്ള മെഡിസിൻസ് സിംറ്റമറ്റോളജി അനുസരിച്ച് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ എപ്പോഴും ഈ പ്രൊഫൈലാറ്റിക് റെമഡി നമ്മൾ കൊടുക്കുമ്പം മാക്സിമം, കാരണം കഴിഞ്ഞ 2-3 കഴിഞ്ഞ ക്ലാസ്സിലും സെഷനിലും ഉണ്ടായിരുന്നു, ഇന്നും അത് ഒന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം ബെലഡോണ കൊടുത്തു, രണ്ടാമത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കാൽക്കേരിയ കാർബ് കൊടുത്തു, 3-ാമത്തെ ആഴ്ച ട്യൂബർക്ലിനം കൊടുത്തു. മാക്സിമം നമ്മൾ കോവിഡ് വന്നപ്പോൾ തന്നെ എന്താ ചെയ്തത്, ആഴ്സനിക് ആൽബം 30, അത് ബൂസ്റ്റർ ഡോസ് ആയിട്ട് വണ്ണമൊക്കെ കൊടുത്ത ഡോക്ടേഴ്സും അതിന് ശേഷമുള്ളവരുണ്ട്. എങ്കിലും ആ ഒരു സിംഗിൾ റെമഡി തന്നെ ഇതിന്റെ കേസിൽ ബെലഡോണയ്ക്ക് കവർ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഹോമിയോപ്പതിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് റെമഡീസ് ദാറ്റ് ഫോളോ വെല്ലും, അതുപോലെ തന്നെ കോംപ്ലിമെന്ററി മെഡിസിൻസും. അത് കൊടുത്തത് തെറ്റാന്നല്ല, പക്ഷെ സിംഗിൾ ആയിട്ടുള്ള റെമഡി, കാരണം പ്രൊഫൈലാറ്റിക് റെമഡീസ് എപ്പോഴും തന്നെ ഒരു ഡ്രഗ് ആണല്ലോ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. തന്നെയല്ല അങ്ങനെ കൊടുത്ത് നമുക്ക് പ്രിവെന്റ് ചെയ്യാനും സാധിക്കും. ക്യൂർ ചെയ്യാനും ധാരാളം മെഡിസിൻസ് ഉണ്ട്. ഈ ക്യൂർ ചെയ്യുന്ന മെഡിസിൻ നമുക്ക് ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം പ്രയോജനം കിട്ടുന്നത്, എല്ലാ മെഡിസിനും നമുക്ക് ക്യൂർ ആൻഡ് പ്രിവെന്റീവ് ആണ് തരുന്നത്. കാരണം അത് നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ, ഹോമിയോപ്പതിക് മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ ഡിസീസ്ഡ് സെൽസിലേക്കാണ് ഇതിന്റെ ആക്ഷൻ ചെല്ലുന്നത്. എന്നിട്ട് അതിന്റെ ഇമ്മ്യൂണിറ്റി കൂട്ടി, നമ്മൾ വൈറ്റൽ ഫോഴ്സ് എന്ന് പറയും നമ്മളത് പഠിക്കുന്ന അവസരത്തിൽ. പക്ഷേ സാധാരണ മറ്റുള്ള ഡോക്ടേഴ്സ് അല്ലാത്ത ആൾക്കാർ ഈ ഫ്ലോറിലുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഡിസീസ്ഡ് സെൽസിൽ ചെന്നിട്ട് അതിന്റെ ഇമ്മ്യൂണിറ്റി കൂട്ടിയിട്ട് ആ സെല്ലിനെ കൊണ്ട് തന്നെയാണ് ആന്റിജനെ നമ്മൾ നിവാരണം ചെയ്യുന്നത്. അപ്പം ട്രീറ്റ്മെന്റ് കഴിയുന്ന അവസരത്തിൽ നമ്മൾ ഫുള്ളി ഇമ്മ്യൂണൈസ്ഡ് ആണ്. ഇമ്മ്യൂണിറ്റി ലെവൽ നോർമൽ 100% നിൽക്കുകയാണ്. നമ്മുടെ ലോയിൽ തന്നെ പറയുന്നുണ്ട് പെർമനന്റ് റെസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത്. അത് ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ, ഒരു ഫീവർ കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണമില്ല, കാരണം എന്താ, ഇമ്മ്യൂണിറ്റി 100% നിൽക്കുകയാണ്.
അല്ലെങ്കിൽ അതിന്റെ നോർമൽ ലെവലിൽ നിൽക്കുകയാണ്. പക്ഷെ മറ്റേ പലതും ഈവൻ എടുത്തു പറയണം, കൺവെൻഷണൽ മെഡിസിൻസ് കഴിച്ചു കഴിഞ്ഞാൽ ഫീവർ കഴിഞ്ഞാൽ പിന്നെ ഒരു 3 ആഴ്ചത്തേന് ക്ഷീണമാണ്. സപ്രസീവായിട്ടുള്ള മെഡിസിൻസ് കൊടുത്തിട്ട് അതാണ് പുറത്തേക്ക് വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള അവസ്ഥ കൊണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ വേണ്ട അവയർനെസ്. എല്ലാ ഡോക്ടേഴ്സും നമ്മുടെ മുമ്പിൽ വരുന്ന, ഇപ്പൊ എല്ലായിടത്തും നമുക്ക് എല്ലാവരോടും പോയി പറയാൻ പറ്റത്തില്ല, ഇതുപോലുള്ള പബ്ലിക് ഫോറത്തിലും അതുപോലെ തന്നെ നമ്മുടെ മുന്നിൽ വരുന്ന ഡോക്ടേഴ്സിനും പേഷ്യൻസിനും കറക്റ്റ് ആയിട്ടുള്ള അവയർനെസ് കൊടുത്തിരിക്കണം. എന്താണ് ഹോമിയോപ്പതി, അതിന്റെ ആക്ഷൻ എങ്ങനെയാണ്, അവരുടെ സംശയങ്ങളും തീർത്തു വേണം വിടാൻ. ഈ അവയർനെസ് കുറയുന്നത് കൊണ്ട് മാത്രമാണ് പബ്ലിക്കിലേക്ക് ഇത് കൂടുതലായിട്ട് എത്താത്തത്. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം പേപ്പറിലൊന്ന് കണ്ടു, 59% ആൾക്കാരിലും ഹോമിയോപ്പതിയുടെ ഫെയ്ത്ത്, അവർ ഹോമിയോപ്പതി യൂസ് ചെയ്യുകയും ചെയ്യുന്നു, ഫെയ്ത്തും ഉള്ളവരായിട്ട് മാറിയിരിക്കുന്നു. അപ്പൊ ബാക്കി നിൽക്കുന്ന 41%ലും കൂടെ അതിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ഈവൻ മറ്റുള്ളവരൊക്കെ ഇനഫാണ് അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത്. അത് അവയർനെസ് എന്നുള്ള രീതിയിലെങ്കിലും നമ്മളത് പുറത്തോട്ട് പറഞ്ഞെങ്കിലും വളരെയധികം പ്രയാസം നമ്മളുടെ മുമ്പോട്ട് ഹോമിയോപ്പതിയുടെ കാര്യത്തിൽ അത് ഉണ്ടാകുന്നതാണ്. രണ്ടാമത് ഇവര് പറയുന്നത് എന്താണ്, കൺവെൻഷണൽ മെഡിസിൻസ് പറയുന്നത്, ഈ ജാപ്പനീസ് എൻസെഫാലിറ്റിസ് എന്ന് പറയുന്ന ഡിസീസിന് എന്ത് ചെയ്യണം? കൊതുകിനെ നിവാരണം ചെയ്യണം, അതുകൂടാതെ വാക്സിനേഷൻ കൊടുക്കണം. ഇത് രണ്ടും പൂർണ്ണമായിട്ട്, കാരണം കൊതുകിനെ നിവാരണം ചെയ്യാൻ പൂർണ്ണമായിട്ട് നടക്കത്തില്ല. വാക്സിനേഷൻ കൊടുക്കുക എന്നുള്ളത്, വാക്സിനേഷന്റെ ബാഡ് എഫക്റ്റും സൈഡ് എഫക്റ്റും നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. തന്നെയല്ല യാതൊരു പ്രയോജനകരവും ഇല്ലാത്ത എന്നൊക്കെ അന്ന് പിന്നെ എനിക്ക് കൊച്ചുമോന് ഉണ്ടായ സമയത്ത് വാക്സിനേഷൻ അന്ന് ഫസ്റ്റ് ജനിച്ചതിന്റെ 3ാമത്തെ ദിവസം തന്നെ BCG കൊടുക്കണം. ദെൻ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 months DPT വാക്സിനേഷൻ, അതിനുശേഷം 8 months മീസിൽസ്, അതിന്റെ ഇടയ്ക്ക് ഒരു MMR വാക്സിനേഷൻ ഉണ്ട്. 1.5 വയസ്സായി കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് B കൊടുത്തോളണം. പിന്നെ ഇതിന്റെ എല്ലാം അങ്ങോട്ട് 5 വയസ്സിനോട് അടുക്കുമ്പോൾ എല്ലാ ബൂസ്റ്റർ ഡോസും കൊടുത്തോളണം. ഒരു വാക്സിനേഷനും ഇല്ലാതെ തന്നെ അവരെ ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരിക, അതുപോലെ ഡിസീസ് വരുമ്പോൾ ട്രീറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ മെഡിസിനും പ്രിവെന്റീവ് ആണ് നമുക്ക് ഉള്ളത്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ലെവൽ നോർമലായി തന്നെ വരും. ഈ കാര്യം പബ്ലിക്കിലേക്ക് എത്തിക്കണം. അത് ഏതെല്ലാം വിധത്തില്, സോഷ്യൽ മീഡിയയിൽ കൂടോ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ വരുന്ന ആൾക്കാരോടോ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ തിരിച്ചു കൊണ്ടുവരേണ്ട സമയം വളരെയധികം അധികരിച്ച് നിൽക്കുകയാണ്. അതുപോലെ ഈ പ്രിവെന്റീവ് കൊടുക്കുന്ന സമയത്ത്, രണ്ടാമത് പ്രിവെന്റീവ് ആണ് പറഞ്ഞിരിക്കുന്നത്, കൊടുക്കുന്ന സമയത്ത് പഴുതുകളിട്ട്, അതായത് അവർ തന്നെ പറയും ബൂസ്റ്റർ ഡോസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നുമില്ല, ആദ്യം കൊടുക്കുന്ന വാക്സിനേഷന്റെ ആ യൂണിറ്റ് അത്രയും തന്നെയാണ് കൊടുക്കുന്നത്. നമ്മൾ ഇത് കൊടുക്കുന്ന അവസരത്തിൽ, കാരണം പബ്ലിക്കിന് ഇങ്ങനെയുള്ള ചില പദങ്ങൾ എത്തിയാൽ മാത്രമേ ഇതെന്തോ സംതിങ് ആണ് എന്നുള്ളത് അവർക്കും തോന്നത്തുള്ളൂ. കാരണം അതുപോലുള്ള പദങ്ങൾ ഇട്ട് വെച്ചിരിക്കുന്നു മറ്റുള്ളവര്. അപ്പൊ ഇവർക്ക് കൊടുക്കുമ്പോൾ 1 or 2 ഡോസ്, ഇപ്പൊ തന്നെ ഒരാഴ്ചയിൽ നമ്മൾ ആ ഒരു മെഡിസിൻ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം കൃത്യമായി എല്ലാ സൺഡേസിലും ഇത് കൊടുക്കണം എന്ന് പറയുമ്പോൾ ആദ്യത്തെ 2 ഡോസ് നിങ്ങൾ കഴിച്ചിട്ട് 3rd-ഉം 4th-ഉം ബൂസ്റ്റർ ഡോസ് തന്നെ അതും കൂടെ ചെല്ലണം, എന്നാലേ നിൽക്കത്തുള്ളൂ. അതുപോലെ പലർക്കും പല സംശയങ്ങളുണ്ട്. ഈ ചിക്കൻ പോക്സിന് തന്നെ നമ്മൾ പ്രിവെന്റീവ് കൊടുക്കുന്ന അവസരത്തിൽ ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ ചിലപ്പം ചിലരില് ഇത് ചിക്കൻ പോക്സ് പ്രിവെന്റീവ് കൊടുത്താലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കൂടുതൽ എന്താ പറ്റുന്നത്, ഡിസീസ് വന്ന് 4-5 ദിവസം കഴിയുമ്പോഴാണ് പേഷ്യന്റിനെ കൊണ്ടുവരുന്നത്. അപ്പോഴാണ് ബാക്കിയുള്ളവർ പ്രിവെന്റീവ് എടുക്കുന്നത്. ആ ഒരു ആദ്യത്തെ 5 to 7 days ആണ് ഇത് സ്പ്രെഡ് ചെയ്തു പോകുന്നത്. അപ്പൊ ചിലരിൽ ഇത് ചിക്കൻ പോക്സിന്റെ വൈറസ് ഉള്ളിൽ ചെല്ലുന്നവർക്ക്, ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരുന്നവർക്ക് നമ്മൾ പ്രൊഫൈലാക്റ്റിക് ഡ്രഗ്സ്, അതായത് പ്രിവെന്റീവ് കൊടുത്താൽ തന്നെയും വെളിയിൽ വരും. അപ്പൊ അവരോട് പ്രത്യേകം അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇൻഫെക്ഷൻ ഏറ്റിട്ടുള്ളവരാണെങ്കിൽ പ്രിവെന്റീവ് കഴിച്ചാൽ പോലും അത് പുറത്തേക്ക് വരും, പക്ഷെ വളരെ മൈൽഡായിട്ടേ വരത്തുള്ളൂ. അതുകൊണ്ട് ഇത് വളരെ സേഫ് ആണ് കഴിക്കുന്നത്. എന്തുകൊണ്ടും വന്നാൽ തന്നെ മൈൽഡായിട്ടേ വരത്തുള്ളൂ, അല്ലെങ്കിൽ ആസ് എ പ്രിവെന്റീവ് ആയിട്ട് നിൽക്കും. അല്ലെങ്കിൽ പലരും മെഡിസിൻ കഴിച്ചവർ തന്നെ പറയും, അയ്യോ അതുകൊണ്ട് അവിടെ പോയി മെഡിസിൻ കഴിച്ചിട്ട് ഹോമിയോപ്പതിക്കകത്തുണ്ടെന്നാ പറയുന്നത്, എന്നിട്ട് വീട്ടിലുള്ളവർക്ക് വന്നിരിക്കുന്നു. അപ്പൊ ഇതിന്റെ എല്ലാം കറക്റ്റ് ആയിട്ടുള്ള അവയർനെസ് അവർക്ക് കൊടുത്താൽ മാത്രമേ, ഇല്ലെങ്കിൽ ഒരാളുടെ വായിൽ നിന്ന് അത് വെളിയിൽ വന്നാൽ മതി. ഈവൻ കോവിഡിന്റെ ടൈമില് കോവിഡിന്റെ വാക്സിനേഷൻ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അലോപ്പതി ഡോക്ടേഴ്സ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത് എടുക്കുന്നെന്ന് പറഞ്ഞ് വരാതൊന്നും ഇരിക്കത്തില്ല, പക്ഷെ മൈൽഡ് ആയിരിക്കും. അവരത് കവർ ചെയ്യുകയാണ്, അത് എടുത്താലും എടുത്തില്ലേലും എല്ലാം വരും. അപ്പൊ അതുപോലെ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തത ആക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഹോമിയോപ്പതിക്ക് തന്നെ ഒരു പേരുദോഷം ഉണ്ടാകാനുള്ള ഇടവരും. അതെല്ലാം തന്നെ നമ്മൾ വേണം അത് കവർ ചെയ്ത് പോകാനായിട്ട്. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ കഴിച്ചാൽ ആസ് എ പ്രിവെന്റീവ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. പിന്നെ ഇൻഫെക്ഷൻ ഉള്ളവർക്ക് പുറത്തോട്ട് വന്നാൽ തന്നെ മൈൽഡായിട്ട് വരും. അത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതുപോലെ 1 minute ആണ് വൈൻഡ് അപ്പ് ചെയ്തത്. ശരി സാറേ.
ഓൾമോസ്റ്റ് ഇത് രണ്ട് ഇന്ന് കിടന്ന സബ്ജക്റ്റില് ഇത് രണ്ടും മറ്റുള്ളതിന്റെ മെഡിസിൻ കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഈ പ്രതിരോധം കൊടുക്കുന്ന അവസരത്തില് ഈ പറഞ്ഞ കാര്യം, നേരത്തെ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് തിരിച്ച് ഹോമിയോപ്പതി, ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, വരും. അതുകൊണ്ട് കറക്റ്റായിട്ട് കൊടുക്കുക. അതുപോലെ ഈ കോവിഡിന്റെ കാര്യത്തിൽ അതുകൂടെ ഞാനൊന്ന് പറഞ്ഞിട്ട് നിർത്തുകയാണ്. ജസ്റ്റ് ഒരു ചെസ്റ്റ് ഫ്ലൂ മാത്രമായിരുന്നു. അതിന് ഈ കോൾഡ് കൺട്രീസിലൊക്കെ തന്നെ വിന്റർ സീസൺ തുടങ്ങുന്നതിന് മുമ്പായിട്ട് അവരെല്ലാവരും തന്നെ ഒരു ആന്റി ഇൻഫ്ലുവൻസൽ വാക്സിനേഷൻ എടുക്കും. ആ ഒരു വാക്സിനേഷൻ ജസ്റ്റ് കൊടുത്തിരുന്നെങ്കിലും ഇത്രയും ഒരു ആപത്ത് വരത്തില്ലായിരുന്നു. പക്ഷെ അത് 1 ഇയറിന് മാത്രമേ ഉള്ളൂ. TT വാക്സിനേഷൻ എടുക്കുന്ന പോലെ നെക്സ്റ്റ് ഇയർ അഗെയിൻ അത് എടുക്കണം. അത് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് കോവിഡിന്റെ, നമ്മൾ പല ഡോക്ടേഴ്സും എന്നോട് പറഞ്ഞിട്ടുണ്ട് തെളിവ് സഹിതം പറയണമെന്ന്. തെളിവ് സഹിതം പറയുന്നത് പേഷ്യന്റിന്റെ വായി എന്നുള്ളതാണ്. ഏതൊരു ഡിസീസ് കൊണ്ടുവന്നാലും ഇത് എത്ര നാളായി, ഇതെന്നാ തുടങ്ങിയതെന്ന് ചോദിച്ചാൽ ആ കോവിഡിന്റെ വാക്സിനേഷൻ എടുത്തതിന് ശേഷമാണെന്ന് അവർ പറയും. എസ്പെഷ്യലി ക്രോണിക് ഡിസീസസ് എല്ലാം. അപ്പം അത് തന്നെ ഒരു തെളിവാണ്, നമ്പർ 1 ആയിട്ടുള്ള തെളിവാണ്. അതുകൊണ്ട് മാക്സിമം ഹോമിയോപ്പതി മെഡിസിനിൽ കൂടെ തന്നെ നമ്മളുടെ ലോകത്തിലുള്ള എല്ലാവരുടെയും അവരുടെ സിസ്റ്റം ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ചെയ്യുകയും നല്ല ആരോഗ്യപരമായിട്ടുള്ള ഒരു ജനതയെ കെട്ടിപ്പടുക്കാനും നമ്മളെ കൊണ്ടേ പറ്റത്തുള്ളൂ. അതിന് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുക. ഓക്കെ ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. താങ്ക് യു. ഡോക്ടർ പ്രീത പറഞ്ഞ പോലെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹൗ വി കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി ടു ദ പേഷ്യൻറ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഡോക്ടർ മുഹമ്മദ് അൻസാറിനെ വിളിക്കുകയാണ്. അദ്ദേഹം നമ്മുടെ ഇടയിൽ അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ്, സീനിയർ ഡോക്ടറാണ്, ഹോമിയോപ്പതി കാർഡിയോളജിസ്റ്റ് എന്നൊക്കെ വളരെ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ വിളിക്കാനും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. കാർഡിയോളജിയിൽ അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറാണ്. പല സംഘടനകളിലും പല പൊസിഷനിലും അദ്ദേഹം ഇരുന്ന് ഹോമിയോപ്പതിക്ക് വേണ്ടിയിട്ട് വളരെ പാഷനേറ്റ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തെ ഞാൻ അടുത്ത ചർച്ചയിലോട്ട് ക്ഷണിക്കുന്നു. ഡോക്ടർ അൻസാർ, പ്ലീസ് അൺമ്യൂട്ട് ചെയ്യൂ ഡോക്ടർ. താങ്ക് യു ഡോക്ടർ രാജിക്കുടിയാൻ. ഇന്ന് ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാ ഡോക്ടർമാർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ജാപ്പനീസ് എൻസെഫലൈറ്റിസും അതിനോടനുബന്ധിച്ച് അതിൻ്റെ പ്രതിരോധവും അതിനെക്കുറിച്ചാണ് ഇന്നിവിടെ ചർച്ച. അതിലിപ്പം പ്രാഥമികമായി 2 ഡോക്ടർമാർ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. അതിൽ ഒരു നാഷണൽ ലെവലിലോ ഇന്റർനാഷണൽ ലെവലിലോ എത്രമാത്രം ഈ അസുഖം നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ച് ആദ്യം സംസാരിച്ച ഡോക്ടർ പ്രവീൺ ധർമ്മരത്നം പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം ഇതിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചും ഒരു അവതരണം ഇവിടെ നടന്നു കഴിഞ്ഞു. ഞാൻ ഏതായാലും ഈ പ്രതിരോധത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രതിരോധ മരുന്നിനെ കുറിച്ച് മുൻകാലങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ പറയുന്നതിനേക്കാൾ വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു പ്രതിരോധ മരുന്നോ ഒരു ചികിത്സയോ ഹോമിയോപ്പതിയിൽ ഉണ്ട് എന്നത് നമ്മൾ പബ്ലിക്കിനെ മനസ്സിലാക്കുക. അതിന് കാരണം പല രീതിയിലുള്ള ഹോമിയോപ്പതിക്കെതിരായുള്ള പ്രചരണങ്ങളും, കൂടാതെ ഇന്ന് പണ്ട് കാലത്ത് വൈറൽ ഡിസീസസിന് മോഡേൺ മെഡിസിൻസ് ഇല്ല എന്നുള്ളത് അവർ തന്നെ വളരെ പരസ്യമായി പറയുകയും അത് നിങ്ങൾ ഹോമിയോപ്പതിയോ മറ്റു എന്തെങ്കിലും വൈദ്യ വിഭാഗം കൈകാര്യം ചെയ്യുന്നവരെ സമീപിക്കൂ എന്ന് പറഞ്ഞ് പുറത്തേക്ക് വിടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. നമ്മുടെ അടുത്തേക്കൊക്കെ പറഞ്ഞു വിടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഒരു ആന്റിവൈറൽ മെഡിസിൻസ് കണ്ടുപിടിക്കുകയും അത്തരം ഒരു സാഹചര്യത്തിൽ ഇതിന്റെ ചികിത്സ, വൈറൽ ഡിസീസസിന് പൊതുവെ ചികിത്സ അലോപ്പതി അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ വിഭാഗം കൈയടക്കി എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഇന്ന് വൈറൽ ഡിസീസ് വളരെ കുറവാണ് ഹോമിയോപ്പതി ഡോക്ടർമാരെ ഇവിടെ അടുത്ത് വരുന്നത്. കൂടാതെ തന്നെ മറ്റൊന്ന്, ഇപ്പോൾ ഇവിടെ കൊറോണയ്ക്ക് ശേഷം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഭീതി, അത് വളരെ വലുതാണ്. ആ ഭീതി മുതലെടുത്തുകൊണ്ട് തന്നെ ഇവിടെ വാക്സിനേഷൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ആരോഗ്യ നയവും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ഈ ആരോഗ്യ നയത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഏത് അസുഖത്തിനും വാക്സിൻ ഉണ്ട്, അല്ലെങ്കിൽ ചികിത്സയുണ്ട്. വൈറൽ ഡിസീസ് ആയാലും ചികിത്സിക്കാൻ പര്യാപ്തമായ കാര്യങ്ങൾ മോഡേൺ മെഡിസിനിലുണ്ട് എന്നുള്ള ഒരു അബദ്ധധാരണ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. അപ്പം ഇതൊക്കെ കൊണ്ട് തന്നെ പലരും ഭയപ്പാടോടുകൂടി പിന്നീട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വാക്സിനേഷൻ എടുക്കുന്ന ഒരവസ്ഥയാണ്. കൊറോണ വാക്സിൻ എടുത്തതിൽ ഭൂരിഭാഗം പേരിലും വിവിധ തരത്തിലുള്ള അസുഖങ്ങൾ, പ്രത്യേകിച്ച് BP,
ഷുഗർ, ഹാർട്ട് ഡിസീസ്, സെറിബ്രൽ ഹെമറേജ് പോലുള്ള, സ്ട്രോക്ക് പോലുള്ള കണ്ടീഷൻസ്, അങ്ങനെ ലിവർ ഡാമേജസ്, കിഡ്നി ഡാമേജസ്, ഇത്രയും കാര്യങ്ങൾ വളരെയധികം ഈ മേഖലയിൽ രോഗികൾ അധികരിച്ചു. അതെല്ലാം വാക്സിനേഷൻ്റെ ഒരു ഭാഗമായിട്ട് വന്നത് തന്നെയാണ്. പക്ഷെ ഒരിക്കലും ഇത് വാക്സിനേഷന്റെ ഭാഗമാണ് എന്ന് പറയാൻ ആരും അതായത് മോഡേൺ മെഡിസിനിലുള്ള ആരും തയ്യാറല്ല. പക്ഷേ ഡോക്ടർമാർ രഹസ്യമായി അവർ സമ്മതിക്കുന്നു. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് പ്രിവെന്റീവിനെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവാന്മാരാക്കേണ്ടതുണ്ട്. അത് ബോധവാന്മാരാക്കണമെങ്കിൽ നമ്മുടെ ഹോമിയോ ഡോക്ടർമാർ തന്നെ വളരെയധികം പരിശ്രമിച്ചാലേ ഇത് നടക്കുകയുള്ളൂ. പക്ഷെ ഇവിടെ നേരത്തെ പറഞ്ഞു ബെലഡോണ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ്. അത് ട്രീറ്റ്മെന്റ് ആണെങ്കിലും പ്രിവെന്റീവ് ആണെങ്കിലും ഒരു അക്യൂട്ട് സ്റ്റേജ് കവർ ചെയ്യാൻ പറ്റുമെന്നുണ്ട്. അതുപോലെ വെറാറ്റം വിരൈഡ് ഉണ്ട്, ജെൽസീമിയ ഉണ്ട്, പിന്നെ എപ്പിസ് മെലിഫിക്ക, ഓപ്പിയം ഉണ്ട്, ഹെലിബോറസ് ഉണ്ട്, ബാപ്റ്റീഷ്യ ഉണ്ട്, ഹയാസൈമസ് ഉണ്ട്, കുപ്രമെറ്റ് ഉണ്ട്, സ്ട്രാമോണിയം, സിംഗമെറ്റ്, അങ്ങനെ ഒത്തിരി മെഡിസിൻസ് നമുക്കുണ്ട്. പക്ഷെ പലപ്പോഴും ഈ മെഡിസിൻസിൽ ഇതിനൊക്കെ പുറമെ നമ്മൾ ആന്റിവൈറലായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പൾസെറ്റില പോലുള്ള മരുന്നുകളും നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് വൈറൽ ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കാരണം ഞാനൊക്കെ സാധാരണ ചിക്കൻ ബോക്സിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പൾസെറ്റില മാത്രം, പൾസെറ്റില തൂജ, ഇത് രണ്ടുമാണ് ഞാൻ സാധാരണ കൊടുക്കുന്നത്. പൾസെറ്റില ഒരു 2-3 ദിവസം അടുപ്പിച്ച് 3 ഡോസ് വെച്ച് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ തൂജ 200 ഓരോ ഡോസ് രാത്രി കൊടുക്കുക. ഇങ്ങനെ 5 ദിവസം മിനിമം കൊടുക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് പലരിലും നല്ലൊരു പ്രിവെന്റീവ് ഇതായിട്ട് കിട്ടാറുണ്ട്. ഈവൻ കൊറോണ സമയത്ത് ഞാൻ അത് തന്നെ ഉപയോഗിച്ച് പലപ്പോഴും ആഴ്സ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഓരോ ഡോക്ടർമാർക്കും അവരുടേതായ രീതിയിലുള്ള ഒരു പ്രിവെന്റീവ് അല്ലെ ഒരു പ്രതിരോധ മരുന്ന് സംവിധാനം നിലവിലുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള എന്ത് ചെയ്യാൻ പറ്റും? അതായത് ചെറിയ ചെറിയ ക്ലാസ്സുകളോ ചെറിയ ചെറിയ സ്കൂളുകളെ കേന്ദ്രീകരിച്ചുള്ള ക്ലാസ്സുകളോ അത്തരം രീതിയിൽ ഈ ഇത്തരം അസുഖങ്ങളെ കുറിച്ചുള്ളൊരു ബോധവൽക്കരണം സമൂഹത്തിന് നടത്തുക എന്നുള്ളതാണ് ഇത് പ്രചരിപ്പിക്കാനുള്ള വഴി. അതിലൂടെ തന്നെ ഹോമിയോപ്പതിയുടെ മേന്മകൾ നമുക്ക് പ്രചരിപ്പിക്കാൻ കഴിയും. കൂടുതലായി ഞാൻ ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നില്ല. എനിക്ക് തന്ന ഈ സമയത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഡോക്ടർ അൻസാർ. അടുത്തതായിട്ട് ഞാൻ വിളിക്കുന്ന വളരെ സീനിയർ ആയിട്ടുള്ള യാദൃശ്യവശാൽ ഹോമിയോപ്പതിയിലെത്തുകയും ചീഫ് മെഡിക്കൽ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്യുകയും ചെയ്ത ഡോക്ടർ ജെയിംസ് പോൾ സാറിനെയാണ്. അതിനടുത്ത് വരുന്നത് അതിലും സീനിയർ ആയിട്ടുള്ള ആളാണ്. ഏതായാലും 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ജെയിംസ് പോൾ സാറിനെ ക്ഷണിക്കുന്നു. ജെയിംസ് പോൾ സാർ, ഒന്ന് വീഡിയോ ഓൺ ചെയ്യാം. ജെയിംസ് പോൾ സാർ അല്ലേ? ഓക്കെ സാർ. ഓക്കെ സാർ. യെസ് സാർ. എല്ലാവർക്കും നമസ്കാരം. സമയം ഇപ്പൊ തന്നെ വൈകിയിരിക്കാൻ 2-3 പേര് ഇനി സംസാരിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രിവെന്റീവിനെ സംബന്ധിച്ചിടത്തോളം ഏത് രോഗങ്ങളും പ്രിവെന്റ് ചെയ്യാൻ ഹോമിയോപ്പതി സജ്ജമാണ് എന്നുള്ളത് സമൂഹത്തിനും സർക്കാരിനും നമ്മുടെ പ്രതിയോഗികൾക്കും അറിയാവുന്ന കാര്യമാണ്. പല സാഹചര്യങ്ങളും നമ്മളത് തെളിയിച്ച കാര്യമാണ്. ഞാൻ തന്നെ പങ്കെടുത്ത 2 കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഒന്ന്, 1982 കാലഘട്ടത്തിൽ വൈപ്പിനുണ്ടായത് നെക്രോട്ടിക് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്. അത് അനവധി ഡെത്ത് ഉണ്ടായി. ഇവിടുത്തെ മോഡേൺ മെഡിസിന് അത് നിയന്ത്രിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ പൂനെയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഒക്കെ ആളെ വരുത്തി. അവർ വന്നു, പക്ഷേ അവരുടെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും റെസ്പോണ്ട് ചെയ്തില്ല. ഡെത്ത് ഉണ്ടായിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് അന്ന് ഡോക്ടർ കൊച്ചുകാതറാണ് DMO. അദ്ദേഹത്തിന് കളക്ടർ വിളിച്ചു, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞു. പല ക്യാമ്പുകൾ, വൈപ്പിൻ മേഖലയിൽ പല ക്യാമ്പുകൾ സംഘടിപ്പിച്ച് അത് പ്രതിരോധിക്കുകയും അതേപോലെ തന്നെ രോഗികളെ ചികിത്സിക്കുകയും ചെയ്തു. ഫലപ്രദമായി ചികിത്സിച്ചു. അന്ന് കൊടുത്ത മരുന്ന് ചപ്പാരയായിരുന്നു. ആ ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പറയുന്നു. ചപ്പാരോ കൊടുത്തു, പിന്നെ നിയന്ത്രിക്കാൻ പറ്റി. അത് കഴിഞ്ഞ് മെർക്സോളാണ് ഫൈനലായിട്ട് കൊടുത്തത്. ഏതായാലും വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ തന്നെ അത് നിയന്ത്രണ വിധേയമായി. അതേപോലെ തന്നെ 1995-96 കാലഘട്ടത്തിൽ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരിയിൽ ടൈഫോയിഡ് പടർന്നു പിടിച്ചു. അതും മോഡേൺ മെഡിസിന്
ഞങ്ങൾക്ക് ചെയ്യാവുന്ന വാക്സിൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല. പക്ഷേ ഇത്തരം ലക്ഷക്കണക്കിന് വാക്സിൻ ഞങ്ങൾ ഇന്ത്യ മുഴുവൻ തപ്പിയാൽ കിട്ടുകയില്ല. അങ്ങനെ കളക്ടർ വിളിച്ചു കൂട്ടിയ വേദിയിലാണ് ഇവർ സംസാരിച്ച് കൈയൊഴിക്കുന്നത്. ആയുർവേദക്കാരോട് ചോദിച്ച് ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ഹോമിയോപ്പതിയിൽ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അന്നത്തെ DMO പറഞ്ഞ് ഞങ്ങൾക്ക് ഉണ്ട്, പ്രതിരോധമുണ്ട്, ഞങ്ങൾ അതിന് തയ്യാറാന്ന് പറഞ്ഞു. ഏതായാലും അതിനുള്ള ആളും സമ്പത്തും വാഹനങ്ങളും കളക്ടർ തരാനായിട്ട് തയ്യാറായി. എന്നെ ഞാൻ പശ്ചിമകൊച്ചിയിലെ എടക്കൊച്ചിയിലാണ് ഞാൻ ചീഫ് മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ എന്നെ പരമേൽപ്പിച്ചു. സ്റ്റാഫിനെയും തന്നു. 5 ദിവസം കൊണ്ട് ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി മേഖലയിലും വൈപ്പിൻ മേഖലയിലും പ്രതിരോധ മരുന്ന് കൊടുത്ത് വളരെ വേഗം തന്നെ, അതായത് 5 ദിവസം കൊണ്ട് പ്രതിരോധം കൊടുത്തു കഴിഞ്ഞു. 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഈ മഹാരാജാസ് ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് പറഞ്ഞു രോഗികൾ കുറയുന്നുണ്ട്, വരവ് കുറയുന്നുണ്ട്. 1 മാസം കഴിഞ്ഞപ്പോൾ ആശുപത്രി കാലി. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ പറഞ്ഞു വന്നത്, ഈ നമ്മുടെ മരുന്നിന്റെ പ്രതിരോധ ശേഷി ബോധ്യമുള്ളവരാണ്, പക്ഷെ അത് അംഗീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല. നമ്മുടെ വിഷയം അതല്ല. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്പൊറാഡിക്കായിട്ട് 1-2 എൻകഫലൈറ്റിസ് വന്നെന്ന് വിചാരിച്ച് എല്ലാ കുട്ടികൾക്കും പ്രതിരോധ വാക്സിൻ കൊടുക്കാനായിട്ട് ഒരു നിർദ്ദേശം വന്നു. അതിന് ആരെങ്കിലും അതോറിറ്റേറ്റീവ് ആയിട്ടുണ്ടോ? സർക്കാർ അതോറിറ്റി ആണോ? അതല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ആണോ? അതല്ലെങ്കിൽ ഈ വാക്സിൻ വിതരണം ചെയ്യുന്ന കമ്പനികളാണോ? ഈ എൻ്റെ അറിവിൽ 2 കമ്പനികളാണ് ഇന്ത്യയിലുള്ളത് ഈ എൻകഫലൈറ്റ് വാക്സിൻ ഉണ്ടാക്കുന്നത്. ഒന്ന് ജീവ, പിന്നെ ജെൻവാക്. അങ്ങനെ 2 കമ്പനികളാണ് ഉണ്ടായിരുന്നത്. അവർ കൊടുക്കുന്ന സീറത്തിന് അവർക്ക് ഉത്തരവാദിത്വമുണ്ടോ? ഇനി ഇത് ഉപയോഗിച്ച് വാക്സിൻ കൊടുക്കുമ്പോൾ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ടോ? ഇല്ലെങ്കിൽ അത് കൊടുക്കരുത്. നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എൻ്റെ ശക്തമായ നിർദ്ദേശം അതാണ്. കാരണം കോവിഡ് വന്നു, പിന്നെ അതിന് വാക്സിൻ കൊടുത്തു. ഈ വാക്സിൻ ഇല്ലാതെ പുറത്തിറങ്ങരുതെന്നുള്ള നിർദ്ദേശം സർക്കാർ വാക്കാൽ കൊടുത്തു, പക്ഷേ രേഖാമൂലമല്ല. അതുകൊണ്ട് തന്നെ അനവധി ഡെത്ത് ഉണ്ടാകുകയും ഇതിന്റെ കോമ്പൻസേഷന് വേണ്ടി സുപ്രീം കോടതി അനേകം കേസുകൾ അവിടെ ചെന്നു. അപ്പോ സുപ്രീം കോടതി ഒരു സജഷൻ ചോദിച്ചത് കേന്ദ്ര സർക്കാരിനോട്, എന്താണ് നിങ്ങളുടെ മറുപടി? ഞങ്ങൾ ആരെയും നിർബന്ധിച്ചിട്ടില്ല. ഇത് എടുത്തു കഴിഞ്ഞാൽ രോഗം വരില്ല എന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, ആരെയും നിർബന്ധിച്ചിട്ടില്ലെന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിക്ക് കൊടുത്ത മറുപടി. ഇത് തന്നെയാണ് ഇവിടെയും ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഈ കമ്പനിക്കാരോ സർക്കാരോ ഉത്തരവാദികളല്ല. ഏതെങ്കിലും ഇതിനെ ഡെത്ത് ഉണ്ടായില്ലെങ്കിലും സിവിയർ റിയാക്ഷൻസ് ഉണ്ടാകാം ഈ വാക്സിന്. അത് അവർ തന്നെ പറയുന്നുണ്ട്, അലർജിക് റിയാക്ഷൻസ് ഉണ്ടാകാം, പിന്നെ സീസർ ഉണ്ടാകാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള പാരലിസിസോ പിന്നെ ഫെയിന്റിങ്ങോ ഒക്കെ ഉണ്ടാകാമെന്ന് അവർ ഇതിൽ തന്നെ പറയുന്നുണ്ട്. ഏത് എടുത്തു കഴിഞ്ഞാൽ ഇനി ഈ സർക്കാർ പിന്നെ ഇപ്പം നിർദ്ദേശിക്കുന്ന വാക്സിൻ ഈ 2 കമ്പനികളുടേതാണോ മറ്റേതെങ്കിലും ചാത്തൻ കമ്പനിയുടേതാണോ നമുക്കറിയില്ലല്ലോ. അപ്പം വ്യക്തമായ ഉത്തരവാദിത്വം വേണം. ഈ വാക്സിൻ ഇറക്കുന്ന കമ്പനിക്ക് ഉത്തരവാദിത്വം വേണം, ഇത് നിർദ്ദേശിക്കുന്ന സർക്കാരിന് വേണം. മറ്റൊന്ന്, ഇത് അസംബ്ലിയിൽ പാസ്സാക്കിയത് നിയമമായെങ്കിൽ ശേഷമേ നമുക്കത് അംഗീകരിക്കേണ്ട കാര്യമുള്ളൂ. ഈ കൊറോണയുടെ കാര്യത്തിൽ അതുപോലെ തന്നെയായിരുന്നു. ഈ വാക്സിൻ നിയമമാക്കിയില്ലായിരുന്നു, വെറും നിർദ്ദേശം മാത്രമായിരുന്നു. അപ്പം അത് നിയമമാകണമെങ്കിൽ സർക്കാർ അതിന്റെ കരട് പാർലമെന്റിനെ അവതരിപ്പിച്ച് അത് നിയമമായി പ്രസിഡന്റ് ഒപ്പിട്ടെങ്കിൽ മാത്രമേ നിയമമാകുന്നുള്ളൂ. ഇല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശം അംഗീകരിക്കേണ്ട ബാധ്യത നമുക്കില്ല, പൊതുജനത്തിനില്ല. അപ്പം നിയമമാണ് നമ്മൾ അനുസരിക്കേണ്ടത്. നിയമമാകാത്തൊരു നിർദ്ദേശം അനുസരിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഇത് ഞാനീ പറയുന്നത് ഒരു നിയമവിദഗ്ധനുമായിട്ട് ആലോചിച്ച് പറ്റുമെങ്കിൽ ഇതിനെതിരായിട്ട് കേസ് ഫയൽ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വളരെ നന്ദി ജെയിംസ് പോൾ സാർ. വളരെ സത്യമാണ് ജെയിംസ് പോൾ സാർ പറഞ്ഞത്. ഈ ഒരു കാര്യം നമ്മൾ ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ചർച്ച തന്നെ സംഘടിപ്പിച്ചത്. പലരും നമ്മുടെ മരുന്ന് എഫക്റ്റീവാണ്, പ്രിവെൻഷനും ട്രീറ്റ്മെന്റിനും നമുക്ക് വളരെ പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷെ പോസിബിലിറ്റീസ് ഇല്ലാത്തവർക്ക് മുൻഗണന നടത്തി കൊടുത്ത് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്ന മരുന്നുകൾ നമ്മുടെ കുട്ടികളുടെ ശരീരത്തിൽ കുത്തിവെച്ച് അതുകൊണ്ടുണ്ടാകുന്ന ദീർഘകാല മാറ്റങ്ങളൊന്നും സ്റ്റഡി ചെയ്തിട്ട് പോലും ഇല്ല.
ഇതാണ് അടിച്ചേൽപ്പിക്കുന്നത്. അതായാലും നമുക്ക് ഒരാൾ കൂടെ നമ്മുടെ പാനലിലായിട്ട് നമുക്ക് ഡിസ്കഷനിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും സീനിയർ മോസ്റ്റുള്ള ഡോക്ടർമാരിൽ ഒരാളായ, ഏറ്റവും പാഷനേറ്റ് ആയിട്ട് ഹോമിയോപ്പതിയെ കാണുന്ന, ജീവിതം സമർപ്പിച്ചിരിക്കുന്ന നമ്മുടെ രമാദേവി അമ്പാടി മാഡത്തെ 50 വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഉള്ള സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള എപ്പോഴും നമ്മുടെ കൂടെ കൊച്ചുകുട്ടിയെ പോലെ ഊർജ്ജസ്വലതയോടെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന രമാദേവി അമ്പാടി മാഡത്തെ അടുത്ത ചർച്ചയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. മാഡം സംസാരിക്കുന്നു. ആ. എനിക്ക് മുമ്പ് പറഞ്ഞ പ്രവീണും പ്രീതയും അൻസാറും ജെയിംസ് പോളും എല്ലാം ഇതിനെപ്പറ്റിയെല്ലാം ഏകദേശം എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അത് എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. നമ്മളുടെ അടുത്ത് വരുന്ന രോഗികളെ നമ്മൾ അവരെ ബോധവൽക്കരിക്കുക. എൻ്റെ അടുത്ത് വന്നിട്ട് ഈ ഇവിടുത്തെ സ്കൂളിൽ, ഇവിടെ അടുത്തൊരു സ്കൂളുണ്ട്, അവിടെ വാക്സിന് ഇത് ചെയ്യുമ്പോൾ അവിടുത്തെ പാരൻസ് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്, ഡോക്ടറെ ഞങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് തരണം, ഞങ്ങളുടെ കുട്ടിക്ക് ഇത് വേണ്ട, ഞങ്ങൾ ഈ ഹോമിയോപ്പതി പ്രിവെൻറ്റീവ് ആണ് കൊടുക്കണേന്ന് പറയണമെന്ന് വേണ്ട സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയും. പക്ഷെ ഞാൻ പറയും അത് ഞങ്ങൾക്ക് അങ്ങനെ കൊടുക്കാൻ പാടില്ല, പക്ഷെ നിങ്ങൾക്ക് തന്നെ പറയാം, ഞങ്ങളുടെ കുട്ടിക്ക് അത് എടുക്കണ്ട എന്ന് ഞങ്ങളുടെ റിസ്കിൽ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയാം, അല്ലാതെ ഞങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല എന്ന് പറയാം. പക്ഷെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്, ഈ സ്കൂൾസിലെല്ലാം വോളണ്ടിയറായിട്ട് നമ്മൾ ചെന്ന് അവരെ ബോധവൽക്കരിക്കുക. ഇപ്പോൾ ഞങ്ങളുടെ യൂണിറ്റിൽ നിന്ന്, നോർത്ത് പറവൂർ യൂണിറ്റിൽ നിന്ന് ഞങ്ങൾ കുറേ സ്കൂൾസിൽ ഞങ്ങളുടെ ഫാക്കൽറ്റീസ് പോയി ഇങ്ങനെ അവരെ ബോധവൽക്കരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ബോധവൽക്കരിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിൽ അഥവാ നമ്മൾ വരികയാണെങ്കിൽ, നമ്മൾ ഇങ്ങനെ ഒരു സംശയമായിട്ട് നമുക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ മെഡിസിൻ ഉണ്ട്. അക്കണൈറ്റ്, എപ്പിസ്, ബെൽഡോണ, അങ്ങനെയുള്ള എല്ലാ മെഡിസിൻസും ഉണ്ട്. ഹനുമാൻ്റെ കാലത്ത് ഇതുപോലെ ഈ എൻകഫലൈറ്റിസ് പോലെയുള്ള, അതായത് ഇൻഫ്ലമേഷൻ വന്നിട്ട് ഈ വോമിറ്റിങ്ങും അങ്ങനെയുള്ള ഇത് വരുമ്പോൾ അവിടെ ചെയ്തിരുന്നത് ബ്ലഡ് ജെറ്റിംഗ് ആണ്. അത് ബ്ലഡ് ഊറ്റിക്കളയുക. അവിടെ ആ സമയത്ത് അക്കണൈറ്റ് വളരെയധികം ഉപയോഗപ്രദമായിട്ടുണ്ടെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത് എനിക്ക് ഈ എൻകഫലൈറ്റിസിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, കറക്റ്റ് 25 കൊല്ലത്തിന് മുമ്പ് എൻ്റെ കൊച്ചുമോൾ ജനിച്ചത് 2001 ജാനുവരി 23-ാം തീയതിയാണ്. അവിടെ ജനിച്ച പിറ്റേ ദിവസം അവിടുത്തെ ഹോസ്പിറ്റലിൽ ഒരു കുട്ടി ക്രൈഎൻകഫാലിക് എന്ന് പറയില്ലേ, അതുപോലെയുള്ള കരച്ചിൽ 5 മാസമുള്ള ആൺകുട്ടിക്ക്. അപ്പോൾ സിസ്റ്റർ, ഞങ്ങളുടെ റൂമിൽ വന്ന സിസ്റ്റർ പറയാണ്, ആ കുട്ടിയുടെ ടെസ്റ്റിക്കിൾസൊക്കെ ഇങ്ങനെ കരഞ്ഞ് മേളിലേക്ക് പോകണു ഡോക്ടറെ, ഞാൻ കണ്ടിട്ട് തന്നെ വിഷമമാവണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ പീഡിയാട്രീഷ്യൻ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. ഞാൻ കുഞ്ഞരിയോട് ഇരുന്ന് ചോദിച്ചു, കുഞ്ഞരിയ ഞാനൊരു മരുന്ന് കൊടുക്കട്ടെ? അപ്പം കുട്ടിയുടെ എന്തൊക്കെ കൊടുത്തിട്ടും കുട്ടിയുടെ കരച്ചിൽ മാറില്ല. ഞാൻ ചോദിച്ചു, ഞാനൊരു മരുന്ന് കൊടുക്കട്ടെ ഇത് കുട്ടിയുടെ കരച്ചിൽ മാറ്റാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത്, ഞാൻ സമ്മതിച്ചിട്ട് കൊടുത്തു എന്ന് പറയേണ്ട ഡോക്ടർക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് എങ്ങനെയെങ്കിലും കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ കുട്ടിയുടെ ബൈസ്റ്റാൻഡേഴ്സ് എൻ്റെ പേഷ്യൻസുമാണ്. അപ്പോൾ ഞാൻ എന്നിട്ട് വേഗം ഇവിടെ വന്നിട്ട് എപ്പിസ് 10M, അതായത് ഞാൻ ഹൗസ് സർജൻസിയുടെ സമയത്ത് പ്രകാശൻ ഡോക്ടറുടെ അടുത്ത് ഞാൻ ഹൗസ് സർജൻസി നടത്തുന്ന സമയത്ത് അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഈ ക്രൈ എൻകഫാലിക്. അപ്പോൾ അന്ന് ഡോക്ടർ കൊടുത്തത് എപ്പിസ് 30 പക്ഷേ ഇപ്പം ഞാൻ ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ 10M തന്നെയാണ് കൊടുക്കുന്നത്, ഇങ്ങനെ ഇത്രയും ഇതായിട്ട് വരികയാണെങ്കിൽ. അപ്പം ഞാനിവിടെ വന്നിട്ട് ഒരു 5 ഗ്രെയിൻ ഷുഗർ ഓഫ് മിൽക്കിൽ എപ്പിസ് 10M ഒഴിച്ചു. പക്ഷെ ഒരു തുള്ളി 2 തുള്ളി ആയിപ്പോയി. ഞാൻ വിചാരിച്ചു എന്തായാലും ഡോക്ടർക്ക് സ്കോപ്പൊന്നുമില്ല, അത് സീരിയസ് ആണ്, വലിയ ഹോപ്പില്ലെന്നാണല്ലോ പറഞ്ഞത്, പറ്റുമോ പറ്റട്ടെ എന്ന് വേണ്ടി ഞാൻ അങ്ങനെ തന്നെ ഈ മെഡിസിൻ കൊണ്ട് അവർക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞ് ഒരു ടീസ്പൂണിലാക്കിയിട്ട് ഒരു ടീസ്പൂണിൽ ഇത് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുട്ടിയുടെ നാക്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോണ്ടി കൊടുക്കാൻ പറഞ്ഞു. 10 മിനിറ്റ് കൊണ്ട് ഈ കുട്ടി കരച്ചിൽ മാറ്റിയെന്ന് മാത്രമല്ല സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്തു. അതിനുശേഷം എനിക്ക് കിട്ടിയ ഒരു ഇതെന്ന് വെച്ചാൽ, പിന്നെ എൻ്റെ 3 കൊച്ചുമക്കൾ ജനിച്ചു. 3 മക്കളുടെയും ഇതിൽ കൺസൾട്ടിങ് ഫീ ഈ പീഡിയാട്രീഷ്യൻ എൻ്റേത് വാങ്ങിച്ചിട്ടില്ല. അത് ഈ 3 കുട്ടികളുടെയും അത്തവണത്തെ മോളുടെ ആശയുടെ മോളുടെ ആണ് ഈ ആദ്യത്തെ. അത് പിന്നെ 2 കുട്ടികളും കൂടി ഉണ്ടായി എൻ്റെ 2 മക്കൾക്കും. 3 പേരുടെയും കൺസൾട്ട് ഫീ ഈ കുഞ്ചറിയെ വാങ്ങിച്ചിട്ടില്ല. ഇപ്പോഴും നല്ല ഫ്രണ്ടാണ്.
എവിടെ വെച്ച് കണ്ടാലും ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് വർത്തമാനമൊക്കെ പറയും. അപ്പോൾ എന്നിട്ട് പറയും ഹോമിയോപ്പതിക്ക് ഇത്ര കഴിവുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അത് പ്രൂവ് ചെയ്യണം, മനസ്സിലായോ? അതുപോലെ തന്നെ സ്കൂളിലൊക്കെ ഇവനും മറ്റുള്ള ജനങ്ങളെയെല്ലാം ബോധവൽക്കരിക്കണം. ഇപ്പോൾ സ്പീത പറഞ്ഞ പോലെ ആൾറെഡി ഇൻഫെക്റ്റഡ് ആണെങ്കിൽ അവിടെ വരും. പക്ഷേ ഇവിടെ ആണെങ്കിൽ ഞങ്ങളുടെയൊക്കെ ഏരിയയിലാണെങ്കിൽ എവിടെയെങ്കിലും ഒരു ചിക്കൻ ബോക്സ് ഉണ്ടെങ്കിൽ ഞാൻ വളണ്ടിയറായിട്ട് അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. പ്രിവെൻറ്റീവ് ഒന്ന് വാങ്ങിച്ചോളാൻ പറഞ്ഞുകൊണ്ട് ഫ്രീ ഓഫ് കോസ്റ്റ് ഞാൻ കൊടുക്കും. ഒറ്റ മനുഷ്യർക്കും പിന്നെ വരാറില്ല. അതുകൊണ്ട് അത് നമ്മൾ തന്നെ അതിന് മുൻകൈ എടുക്കണം. എന്തായാലും ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയതിൽ എല്ലാവർക്കും നന്ദി നന്ദി നന്ദി. താങ്ക് യു മാഡം. അപ്പൊ നമ്മള് ഇതിന്റെ ഒരു കാതലായിട്ടുള്ള ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെയിംസ് പോൾ സാറ് പറഞ്ഞ ആ ഒരു പ്രത്യേക കാര്യമാണ്. അപ്പൊ ഞാനതിൻ്റെ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സമൂഹത്തിൽ പലരും ഇന്നും വാക്സിനിൽ ഡിപ്പെൻഡ് ചെയ്യണവരുണ്ട്. അപ്പൊ നമ്മുടെ മരുന്നെന്ന് പറഞ്ഞാൽ തന്നെയും അതിന്റെ സ്വീകാര്യത ഒരു പക്ഷേ നമുക്ക് എത്രയുണ്ടെന്ന് ഉറപ്പാക്കാൻ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള അത്രയും സമൂഹത്തിൽ പലരും കോൺഫിഡൻ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ സദൃശ്യം ഉദ്ദേശിക്കുന്നത്, വാക്സിൻ എടുക്കാൻ താല്പര്യമുള്ളവരത് എടുത്തോട്ടെ. പക്ഷേ വാക്സിൻ എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതുമാതിരിയുള്ള പാൻഡമിക്കോ എപ്പിഡമിക്കോ സ്പൊറാഡിക്കായിട്ട് ഡിസീസോ വന്ന് ഏത് രീതിയിലും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ ആ സമയത്തെല്ലാം ഹോമിയോപ്പതിയുടെ സാധ്യതകളും കൂടെ അതിനെ ഈക്വലായിട്ട് ഓപ്പർച്യൂണിറ്റി ആയിട്ട് സ്വീകരിക്കുന്ന കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കണം എന്നൊരു നിർദ്ദേശം ഗവൺമെൻറ് അടുത്ത് IUPH വയ്ക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അതിനെല്ലാവരും സഹകരിക്കണം. അത് നമ്മുടെ ഇടയിലുള്ള വിദ്യാർത്ഥികളുടെ സ്കൂളുകളിലൊക്കെ നമ്മൾ പ്രചരിപ്പിക്കണം, മാതാപിതാക്കളുടെ അടുത്ത് പറയണം, എല്ലാവരുടെ അടുത്ത് അത് പറയണം. അപ്പോൾ ഈ ഒരു കാര്യവും കൂടെ പറയുകയാണ്. ഇനി പൊതുജനങ്ങളുടെ ഇടയിൽ ഇന്നത്തെ ഈ ചർച്ചയിൽ ആർക്കെങ്കിലും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ റിയാക്ട് എന്നുള്ള ഓപ്ഷനിൽ പോയി റൈസ് ഹാൻഡ് എന്നുള്ള ഓപ്ഷനുണ്ട്, അവിടെ ഹാൻഡ് റൈസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഓപ്പൺ ആക്കി നിങ്ങൾ മുന്നോട്ട് വരിക. നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരമാണ്. കഴിയുന്ന എല്ലാവരും ചർച്ചയിൽ പങ്കെടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ആശയം നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഈ അവസരം അതിനു വേണ്ടി പ്രയോജനപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുന്ന ഓരോരുത്തരും നമ്മുടെ ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെ നമുക്ക് ഭരണാധികാരികളിൽ ജഡ്ജിമാരിലൊക്കെ സ്വാധീനം ചെലുത്താനോ ബോധ്യപ്പെടുത്താനോ അവസരം കിട്ടിയാൽ ആ അവസരം ഉപയോഗപ്പെടുത്തി നമ്മളവരെ ബോധ്യപ്പെടുത്തിയിരിക്കണം. പ്രതിരോധത്തിന് വേണ്ടിയിട്ട് എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ലീഗലി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സിസ്റ്റംസ് ഓഫ് മെഡിസിനെയും ഇന്ത്യൻ സിറ്റിസണോ അല്ലെങ്കിൽ ഇന്ത്യയിൽ സന്ദർശനത്തിന് വരുന്ന ആർക്കും അവരുടെ ഇഷ്ടാനുസരണം പ്രതിരോധം ചികിത്സിക്കാനുള്ള അവസരം കൊടുക്കണം എന്ന് നമ്മൾ അവരെ ആ രീതിയിലായിരിക്കണം നമ്മുടെ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് നമ്മൾ നിയമം ഓർഡറുകൾ ഇറക്കേണ്ടതെന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടുത്തണം. അവരത് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കുകയും ചെയ്യണം. IUPH അതിനൊരു ലീഡർഷിപ്പ് എടുക്കുന്നതായിരിക്കും എല്ലാവരും അറിയിക്കുന്നു. നമ്മുടെ കേരള ചീഫ് കോർഡിനേറ്റർ സലീം കുമാർ ഡോക്ടർ കൈവരുത്തിയുണ്ട്. ഡോക്ടർ സലീം പ്ലീസ്. എനിക്ക് വീഡിയോ ആക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ കുഴപ്പമാണെന്ന് എനിക്കറിയില്ല, ക്ഷമിക്കണം. ഞാൻ ഒറ്റ വാക്കി പറഞ്ഞെടുക്കാം. നമുക്ക് എങ്ങനെയായാലും കാലം നന്മയിലേക്ക് വരികയാണ്. ഇന്നലെ മുതൽ കേൾക്കുന്നൊരു ന്യൂസ് ഉണ്ട്, WHO ഫണ്ട് അമേരിക്ക പിൻവലിക്കുന്നു. WHO ഇങ്ങനെയാണെങ്കിൽ നിലനിൽക്കില്ല എന്നുള്ളത്. അത് സത്യം പറഞ്ഞാൽ ശരിയാണോന്നറിയില്ല, എനിക്ക് വളരെ സന്തോഷം തോന്നി. അതായത് അലോപ്പതി പ്രചരിപ്പിക്കാനായിട്ട് ഇവിടെ ഉള്ള ഈ ഒരു WHO മറ്റ് സിസ്റ്റങ്ങളെയൊക്കെ കഴുത്തി ഞെരിക്കുന്ന കാഴ്ചയാണ് കുറച്ചു കാലമായിട്ട് കാണുന്നത്. അങ്ങനെ ഒരു സംഘടന ഇവിടെ ഇല്ലാതിരിക്കുന്നതാണ് പിന്നെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ ലോകം നന്മയിലേക്ക് വരികയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രംപും കെന്നഡിയും കൂടി ലോകത്തെ ഒന്നും കൂടി നന്മയിലേക്ക് നയിക്കുമെന്ന് തോന്നുന്നു ആരോഗ്യ വിഷയത്തിൽ. യെസ്, കറക്റ്റ്. അപ്പോൾ ട്രംപ് ഭരണം ഏറ്റെടുത്ത ആദ്യത്തെ ദിവസം തന്നെ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് മാറുന്നതിനുള്ള ഓർഡറിൽ ഒപ്പിട്ടിരുന്നു. ഇന്നലെയാണ് അത് ഔദ്യോഗികമായിട്ട് ഒഫീഷ്യലായിട്ട് ഇതുവരെയുള്ള എന്തൊക്കെയോ അറ്റാച്ച്മെന്റ്സ് എല്ലാം ഡിറ്റാച്ച് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന്
ഡിറ്റാച്ച് ചെയ്ത് മാറിയിരിക്കുന്നത്. അത് വളരെ ഒരു ശുഭസൂചനയാണ്. ലോകത്തെ നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യം, ലോകാരോഗ്യ സംഘടന എന്ന ലോകത്തെ മൊത്തം കബളിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സംഘടനയിൽ നിന്ന് അത് ബോധ്യപ്പെട്ട് പിന്മാറി എന്നുള്ളത് വളരെ ശുഭസൂചകമായിട്ടുള്ള ഒരു വാർത്തയാണ്. അതിൻ്റെ പിന്നാലെ മറ്റു പല രാജ്യങ്ങളും അതിനു വേണ്ടിയിട്ട് ശ്രമം ആരംഭിക്കുകയും അതേ ദിശയിൽ ചിന്തയും തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇന്ത്യയും എത്രയും പെട്ടെന്ന് ഈ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് മാറുന്ന ഒരു കാലം ഉടനെ ഉണ്ടാവുമെന്ന് പ്രത്യാശിക്കാം. അടുത്തായിട്ട് നമ്മുടെ വളരെ പ്രിയപ്പെട്ട അബ്രഹാം വൈദ്യൻ ഡോക്ടർ നമ്മൾ കൈയുയർത്തിയിട്ടുണ്ട്. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് അദ്ദേഹം. എപ്പോഴും IUPAC പ്ലാറ്റ്ഫോമിൽ ഒത്തിരി നല്ല ആശയങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഡോക്ടറാണ്. അദ്ദേഹത്തെ ചർച്ചയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. അബ്രഹാം ഡോക്ടറെ ഹലോ, പറയൂ ഡോക്ടർ. പറയൂ ഡോക്ടർ. കേൾക്കാൻ പറ്റുമോ? യെസ് ഡോക്ടർ, യെസ്. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒഴിച്ച് പറയാനുള്ളത്. ഒന്ന്, നമ്മളെ മെഡിസിന് ബെൽഡോണ, കാൽക്കരി, കാർബൂജ എന്നുള്ള വളരെ പ്രൂവ്ഡ് ആയിട്ടുള്ള സംഗതിയാണ്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡോക്ടേഴ്സ് നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്തവരിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായമായി. പല മരുന്നുകളെ പറ്റി ഇങ്ങനെ പറഞ്ഞു വന്നാൽ ജനങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും. നമ്മളെ ഒരുമയില്ലാതെ ജനങ്ങളെ കൂടുതൽ കൺഫ്യൂഷൻ ആക്കരുത് ഒന്ന് പറയാനുള്ളത് അതാണ്. നമുക്ക് ഈ നമ്മുടെ മെഡിക്കൽ ബില്ലൊക്കെ വന്ന സ്ഥിതിക്ക് നമ്മളെ വരിഞ്ഞ് മുറുക്കാനുള്ള സമയം ഏത് സമയത്തും ഉണ്ടാകാം. നമ്മളെ എന്തെങ്കിലും ആക്ടിവിറ്റിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വരിഞ്ഞ് മുറുക്കും എന്നുള്ള കാര്യം വളരെ ഉറപ്പാണ്. ഇപ്പം തന്നെ പല ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ആളായി തുടങ്ങി, ഡോക്ടർമാരുടെ ആളായി തുടങ്ങി, പല കാര്യങ്ങളെ ഉള്ളതായിട്ട് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ജെയിംസ് പോൾ സാറ് പറഞ്ഞതുപോലെ നിയമപരമായിട്ട് എന്തെങ്കിലും കാര്യമായിട്ട് രീതിയിൽ ഇടപെടാൻ ഉള്ള മാർഗം നോക്കിയാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. വാക്സിൻ അടിച്ചേൽപ്പിക്കാൻ ഇടയാക്കരുത്, ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം. അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് യുദ്ധത്തിനാണ് ആദ്യത്തെ പോകേണ്ടതാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. എപ്പിഡമിക് ഞാൻ ആന്ധ്രാപ്രദേശിലുണ്ടായിരുന്നു. അവിടെ എപ്പിഡമിക് കാലത്ത് അവിടെ വളരെ എഫക്റ്റീവായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആളും കേൾക്കണം, ആരും അംഗീകരിക്കാൻ പോകുന്നില്ല. അറിയാമെങ്കിലും അവര് തള്ളിക്കളയും. നമ്മുടെ ഡോക്ടേഴ്സ് ആരെ നടപ്പിലാക്കട്ടെ? ഗവൺമെന്റ് ഡയറക്ടറാണ് മുന്നോട്ട് നയിക്കേണ്ടത്. ഡയറക്ടർ അതിന് ഉദ്യോഗസ്ഥന്മാരൊക്കെ അവരുടെ പുറകെ പോകത്തില്ല. ധൈര്യമായിട്ട് പറയാനുള്ള ഇല്ലാത്തൊരവസ്ഥയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മൾ ശക്തി പ്രാപിച്ചു പോകണം, നിയമപരമായിട്ട് നേരിടാൻ നോക്കണം എന്ന് എനിക്ക് ഒരിക്കൽ കൂടി പറയുന്നു. ജെയിംസ് പോൾ സാർ പറഞ്ഞതുപോലെ. താങ്ക് യു ഡോക്ടർ, താങ്ക് യു. ഇനി നമ്മുടെ ശൈല ഡോക്ടർ കൈ ഉയർത്തിയിരുന്നു. ശൈല ഡോക്ടർ പറയൂ ഡോക്ടർ. ശൈല ഡോക്ടർ. ഞാൻ തൽക്കാലം വീഡിയോ ഓൺ ചെയ്യുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. എന്തായാലും ഇന്നത്തെ ഈ ചർച്ച വളരെ സമഗ്രമായ ഒരു ചർച്ചയാണ് ഈ വിഷയത്തിൽ ഇന്ന് നടന്നിട്ടുള്ളത്. എനിക്ക് പറയാനുള്ളത്, ജെയിംസ് പോൾ സാറ് പറഞ്ഞ കാര്യം പണ്ട് പല വിഷയങ്ങളിലും, സാറ് മാത്രമല്ല എല്ലാവരും പറഞ്ഞു, പല വിഷയങ്ങളിലും ഇതുപോലെ പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചപ്പോൾ ഹോമിയോപ്പതിയുടെ സഹായം തേടിയിരുന്നു. അപ്പോ ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ഇടപെട്ട് പ്രതിരോധ മരുന്ന് കൊടുത്തു, ഫലപ്രദമായി കണ്ടു. എന്തുകൊണ്ട് ഇപ്പം വരെ ഈ പ്രസന്റ് ടൈമില് ഏത് പ്രശ്നം വന്നാലും ഹോമിയോപ്പതിക്കാരെ വിളിച്ചന്വേഷിക്കുന്ന പോലും ഇല്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഹോമിയോപ്പതിക്കാരെ തിരക്കുന്നില്ല. ഡിപ്പാർട്ട്മെന്റ് അല്ലെ ഹോമിയോപ്പതിക്ക് എന്ത് ചെയ്യാം എന്നുള്ള ഒരു ചർച്ച നടത്തുകയോ ഹോമിയോപ്പതിക്കാരെ പ്രതിനിധാനം ചെയ്യുന്നവരെ വിളിക്കുകയോ ചെയ്യുന്നില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഈ പ്രതിരോധ മരുന്ന് അഥവാ കൊടുത്തേ തീരുമെന്ന് സർക്കാരിന് നിർബന്ധം ഉണ്ടെങ്കിൽ അവരുടെ ഉത്തരവാദിത്വം, ഈ വരുന്നവർക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കുമെങ്കിൽ, അല്ലെങ്കിൽ മരുന്ന് കമ്പനിക്കാർ ഏറ്റെടുക്കുമെങ്കിൽ പ്രതിരോധം അവർ കൊടുക്കട്ടെ. ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകർ എന്നുള്ള രീതിയിൽ നമ്മൾ അതിൽ ഇടപെടുകയും അത് തടയുകയും ചെയ്യണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. വളരെ സത്യസന്ധമായ കാര്യമാണ് ശൈല ഡോക്ടർ പറഞ്ഞത്. അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ, തുറന്നു പറഞ്ഞാൽ, അല്ലെങ്കിൽ ഓപ്പൺ ഹാർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിലെല്ലാം സാമ്പത്തികമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ സ്പൊറാഡിക്കായിട്ട് 1-2 കേസ് വന്നു എന്ന് പറഞ്ഞ് അതിനേക്കാളും
കൂടുതൽ നമ്പറുള്ള എത്ര രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നു. അവർക്കൊന്നും പ്രതിരോധം കൊടുക്കാതെ ഈ ജപ്പാനീസ് എൻകഫലൈറ്റീസിന് തന്നെ ഈ പ്രിവെന്റീവ് കൊടുക്കാൻ, അതും സ്കൂളുകളിലൊക്കെ നിർബന്ധിച്ചു കൊടുക്കാൻ, അത് മറ്റ് ചികിത്സാ ശാസ്ത്രങ്ങളുടെ പോസിബിലിറ്റീസിനൊന്നും ഓപ്ഷൻ പോലും ഇല്ലാതെ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ ഇതിൻ്റെ പിന്നിലെല്ലാം മറ്റ് പല സാമ്പത്തിക കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് എന്താണ്, നമ്മളൊരു വാക്കു പറയില്ലോ, പരസ്യമായ രഹസ്യമാണ്. അപ്പോൾ ഇത് എല്ലാം കൺസിഡർ ചെയ്ത് വേണം നമ്മളെല്ലാം ഈ ഒരു മനുഷ്യന് നന്മയുണ്ടാകുക എന്നുള്ള രീതിയിലുള്ള ഇന്നത്തെ ചിന്തകൾ മനുഷ്യരുടെ ഇടയിലും നേതാക്കളുടെ ഇടയിലും ഈ ഭരിക്കുന്നവരുടെ ഇടയിലൊക്കെ പോകുന്നത്. മറ്റു പല രീതിയിലും അവരെ ഈ നേതാക്കളെ സ്വാധീനിച്ച് അവരുടെ അജ്ഞതയെ അല്ലെങ്കിൽ അവർക്ക് മറ്റു പല താല്പര്യങ്ങളും ഉള്ളതിനെ ഒക്കെ അവർ ഉപയോഗപ്പെടുത്തി അവിടെ ഇവരുടെ ഈ ബിസിനസ് താല്പര്യമുള്ളവരുടെ ബിസിനസ് ഇൻട്രസ്റ്റ് ആണ് ഇതിലോട്ട് പോകുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന കോൺസിക്വൻസസ് ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ നമ്മളിത് അനുവദിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കൾക്കും നമ്മുടെ വേണ്ടപ്പെട്ടവരിലും ഇത് വന്നു കഴിയുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നമ്മളും പെട്ടുപോകും. അതുപോലെ ഈ പബ്ലിക് ഹെൽത്ത് ബില്ലും ആക്റ്റും ഒക്കെ ആയി വെച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ ഇതൊക്കെയാണ് കാര്യങ്ങൾ. നമ്മുടെ ജയചന്ദ്രൻ ഡോക്ടർ കൈ ഉയർത്തിയിട്ടുണ്ട്. പറയൂ ഡോക്ടറെ, സീനിയർ ആയിട്ടുള്ള ഡോക്ടറാണ്. ജയേന്ദ്രൻ സാർ പറയൂ. അൺമ്യൂട്ട് ചെയ്ത് പറയൂ ഡോക്ടർ, പറയൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറയൂ ഡോക്ടർ. എനിക്ക് ഇവിടെ ട്രിവാൻഡ്രത്ത് ഇവിടെ നമ്മുടെ ഏരിയയിൽ നെറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് എന്റെ തുടക്കത്തിൽ ഉള്ള ഒന്നും എനിക്ക് കേൾക്കാൻ കഴിയില്ല. എന്നാൽ അവസാന ഭാഗങ്ങൾ കുറെ ഞാൻ കേട്ടു. വളരെ എന്റെ അഭിപ്രായം വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്നിരുന്നാലും ഇപ്പൊ അവസാനം ശൈല ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മള് രാജ്യത്തെ ജനങ്ങൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് അഹോരാത്രം പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ നമുക്കൊരു ഡയറക്ടറേറ്റ് ഉണ്ടല്ലോ, ഹോമിയോപ്പതിക്ക് ഒരു ഡയറക്ടറേറ്റ് എന്നും പറഞ്ഞ ഒന്നുണ്ടല്ലോ. അതിലുള്ള ആശാന്മാരെ നമ്മളൊന്ന് ഉണർത്തിയെടുക്കേണ്ട ആവശ്യമാണ്. അവരൊന്നും മിണ്ടുന്നില്ല. ഇവ പ്രശ്നങ്ങളിലൊന്നും അവരൊന്നും മിണ്ടുന്നില്ല. അവരെ കൂടെ ഒന്ന് ഉണർത്തിയെടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് ഷാജിക്കുടിയും ഡോക്ടർ അതിന് വേണ്ട രീതിയിൽ വളരെ ശരിയാണ് ഡോക്ടർ പറഞ്ഞ, വളരെ ശരിയാണ്. ഇതിന്റെ പിന്നിലെല്ലാം ഒത്തിരി പൊളിറ്റിക്സ് ഉണ്ട്. കാരണം അവർ ഗവൺമെന്റിന്റെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ ഗവൺമെന്റ് പറയുന്നത് ശിരസ വഹിക്കുക എന്നുള്ള ഏക താല്പര്യത്തിൽ അവർ പോവുകയാണ്. അപ്പൊ ഗവൺമെന്റിനും അതേ താല്പര്യമുള്ളൂ. ഇപ്പോൾ ഒരു ഓപ്പണായിട്ട് മനുഷ്യന്റെ സമൂഹത്തിന്റെ നന്മയെ കാക്ഷിക്കുന്ന രീതിയിൽ ഭരിച്ചു പോകുന്ന ഒരു മിനിസ്ട്രി ആണെങ്കിൽ കൂടെയുള്ളവർക്ക് അങ്ങോട്ട് ചെന്ന് റിക്വസ്റ്റ് ചെയ്യാം. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിലൊക്കെ അങ്ങനെയുള്ള പോസിബിലിറ്റീസ് ഒക്കെ എന്തുമാത്രം ഉണ്ട്, അതൊക്കെ എത്ര യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, പലരും ഒതുങ്ങി അവരുടെ ശമ്പളവും വാങ്ങിച്ച് അവരവരുടെ റുട്ടീനായിട്ട് ചെയ്യേണ്ട ജോലി ചെയ്തു പോകുന്നു എന്നുള്ളൊരു നിലയിലോട്ടും അതപ്പതിച്ച അല്ലെങ്കിൽ മാറിയിരിക്കുന്ന ഒരവസ്ഥയാണ്. അവിടെയാണ് നമ്മളെപ്പോലെയുള്ള ഓർഗനൈസേഷൻസ്, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് നമ്മുടെ ഇനീഷ്യേറ്റീവ് ആവശ്യമായിട്ട് വരുന്നതും നമ്മുടെ ലീഡർഷിപ്പും നമ്മുടെ ഒരു സാമൂഹ്യ ബോധമൊക്കെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ദൈവാനുഗ്രഹത്താൽ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ടീം ഓഫ് ഡോക്ടേഴ്സും സമൂഹത്തിലുള്ള അങ്ങനെ മനുഷ്യസ്നേഹികളായിട്ടുള്ള ഒരു കൂട്ടം വ്യക്തികളാണ് ഈ IPHന്റെ പിന്നിലും മുന്നിലും ഒപ്പവും ഉള്ളതെന്നുള്ളത് ശുഭസൂചകമാണ്. അതുകൊണ്ട് തന്നെ വരും കാലങ്ങളിൽ നമുക്ക് കൂട്ടായിട്ട് പലതും ചെയ്യാൻ സാധിക്കണം. ഇതുമാതിരിയുള്ള ചർച്ചകൾ വീണ്ടും വരട്ടെ. നമ്മൾ തീർച്ചയായിട്ടും ഗവൺമെന്റിന് ഈ ഹോമിയോപ്പതി എവിടെയൊക്കെ എന്നൊക്കെ ഇനി മുതൽ ഈ പ്രിവെന്റീവായിട്ട് ഗവൺമെന്റ് തലത്തിൽ ഏതൊക്കെ രോഗത്തിന് എന്തിനൊക്കെ സ്കൂളുകളിലൂടെയും മറ്റു തലങ്ങളിലും ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം പൊതുജനത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള ഇന്ത്യയിൽ ലീഗലി അവൈലബിൾ ആയിട്ടുള്ള ഏത് ചികിത്സാ ശാസ്ത്രത്തിൽ നിന്നും പ്രതിരോധം ചികിത്സിക്കാനുള്ള ഓപ്ഷൻ ഇട്ട് വേണം ചെയ്യാനെന്നുള്ള ഒരു മെമ്മറാണ്ടം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അതിന് നടപടി ഉണ്ടാകാത്ത പക്ഷം അത് നമ്മൾ വീണ്ടും നിങ്ങളുടെ എല്ലാം സഹകരണത്തോടെ, കാരണം ഇതിനെല്ലാം നമുക്ക് സാമ്പത്തിക സഹകരണം വേണം, കോടതിയിൽ പോകാന്നൊക്കെ പറഞ്ഞാൽ പറയാൻ എളുപ്പമാണ്. അപ്പോൾ അതിന് നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഇതുമാതിരിയുള്ള ഒരു ടീം സ്പിരിറ്റോടെ തന്നെ നമ്മളെല്ലാം
അതിൻ്റെ അകത്ത് കോൺട്രിബ്യൂഷൻ ഇട്ട് നമുക്കത് നേടിയെടുക്കേണ്ടതുണ്ട്. അത് വരും തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതിനോട് എല്ലാവരും സഹകരിക്കണം, അങ്ങനെ ആവശ്യം വന്നാൽ എന്ന് എല്ലാവരെയും ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നമ്മൾ ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ 10 മിനിറ്റ് ലേറ്റായി, സാരമില്ല. വളരെ നല്ലൊരു ഡിസ്കഷനും ആവശ്യമുള്ളൊരു ഡിസ്കഷൻ ആയിരുന്നുകൊണ്ട് അത് നമ്മൾ 10 മിനിറ്റ് സമയം നമ്മൾ ഇന്ന് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഇനി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ചർച്ചയിൽ പങ്കെടുത്ത, ഇതിന് ശ്രോതാക്കളായി എത്തിയ, ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇതിനാൽ നമ്മൾ ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നമുക്ക് കാണാം. എല്ലാ നമ്മുടെ ഡെയിലി സൂം മീറ്റിങ്ങുകളിൽ എല്ലാവരും പങ്കെടുക്കുക, കൂടുതൽ പേരെ പങ്കെടുപ്പിക്കുക. IUPACന് ഇത് തുടർന്ന് നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള സാമ്പത്തിക സഹായങ്ങളും നമ്മുടെ ഇംഗ്ലീഷ് ഇൻവിറ്റേഷൻ്റെ അടിയിൽ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ ധനേഷ് ഡോക്ടർ ഹിന്ദിയിലും മലയാളത്തിൻ്റെയും ഇൻവിറ്റേഷൻ്റെ അവസാനം നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്ന് ആഡ് ചെയ്യാൻ ശ്രമിക്കണം. അതുവഴി നമുക്കിതിൻ്റെ ഒരു സാമ്പത്തിക ഭദ്രതയും കൂടെ സഹായത്തിനായിട്ട് എല്ലാവരും വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ അക്കൗണ്ടിലോട്ട് നേരിട്ടാണ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നമ്മളൊരു മിനിമം മാസം ഒരു 500 രൂപ വെച്ചാണ് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് എല്ലാവരും തന്ന് സഹായിക്കണമെന്നും കൂടെ വളരെ വിനയപുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. ശുഭരാത്രി. താങ്ക് യു. ബൈ. താങ്ക് യു ഡോക്ടറെ. അങ്ങയുടെ അഭിപ്രായങ്ങൾ വളരെ സ്വീകാര്യം.